പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവർക്കും കേൾക്കാമോ? Praise the Lord, sister. Praise the Lord. Praise the Lord. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ജീസസ്. Praise ആമേൻ. the Lord. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ അല്ലേ? Yes. ആമേൻ. സ്തോത്രം. Amen. ആമേൻ. സ്തോത്രം. നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന പോലെ തന്നെ ഓരോ തവണ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും നമ്മൾ അനുഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. ഓരോ തവണ കർത്താവിൻ്റെ സന്നിധി വരുമ്പോഴും ഒരു സാക്ഷ്യത്തെ ഞങ്ങൾ പ്രാപിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ വേണം നിങ്ങൾ വരാനായിട്ട്. കാരണം നമ്മളൊരു മനുഷ്യന്റെ മുമ്പിലല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവായ യേശു ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന്? വിശ്വസിക്കുന്നുണ്ട് സിസ്റ്ററെ. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനം കേട്ടിരുന്നു. നമ്മൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളെ വാഗ്ദത്തങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച അല്ല, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയായിരുന്നു. എത്ര പേരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സിസ്റ്ററെ. നമുക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ദിനം പ്രതി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം അന്നത്തെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം അനേകർ എനിക്ക് മെസ്സേജ് അയച്ചു. അതിനുശേഷം ആ ആഴ്ചകളിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, പലപ്പോഴും നമ്മളെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാറുണ്ട്. നമുക്ക് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. കാര്യം നമ്മുടെ മനസ്സ് ഇങ്ങനെ എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ആ ഫുള്ളി ദൈവസന്നിധിയിൽ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പലതും പ്രാപിക്കാൻ പറ്റാറില്ല. കാര്യം വചനം പറയുന്ന പോലെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുന്ന ഒരു മേഖലയിൽ അതിനെ മറികടക്കാൻ ദൈവാത്മാവ് നമുക്ക് തന്ന ഒരു ടൂളാണ് എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് ലഭിക്കുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളത് ബെസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. എനിക്കറിയാം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വചനം കേട്ട് ആ ഒരു വചനം ആമേൻ പറഞ്ഞ് 1-2 ദിവസം നമ്മുടെ മനസ്സിൽ അതുണ്ടാവും. അത് കഴിഞ്ഞ് അല്ലേ നമ്മൾ പതുക്കെ അത് മാറിപ്പോവും. പല പല വിഷയങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആ ഒരു ബോധ്യം നമ്മളെന്ന് മാറിപ്പോവും അല്ലേ? അങ്ങനെ ഇപ്പം ഞാൻ പറയാം, ജെന്യുവൻ ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. നമ്മളിവിടെ വളരാനാണ് വന്നിരിക്കുന്നത്. നമ്മളെ വളർത്തുന്നത് കർത്താവാണ്. അപ്പം എത്ര പേര് ജെന്യുവൻ ആയിട്ട് ഒരു ആൻസർ പറയും സിസ്റ്റർ, എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒത്തിരി ദിവസം വിട്ടുപോയിട്ടുണ്ട്. ആമേ. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ജെന്യുവിനിറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്ന് നോക്കാനല്ല നമ്മളോട് ചേർന്ന് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മളെ വളർത്തുന്ന ദൈവമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് റിസൾട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുമ്പോഴും നമ്മുടെ ശ്രദ്ധ വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്താ പറയുന്നത്, പൂർണ്ണമായൊരു നമുക്ക് വിടുതൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആത്മമണ്ഡലത്തിൽ നടക്കുക എന്നുള്ളത്. അപ്പം ഇന്നിപ്പോൾ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു വിഷയത്തിന് തന്നെയാണ് ആ ഒരു കാര്യം. ഇപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ സിസ്റ്റർ എനിക്കത് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, അത് എന്താ പറയുക, പലപ്പോഴും ഞാൻ മറന്നുപോയി, പല കാര്യങ്ങൾ മറന്നുപോയി. നല്ല ഉത്തരം. നമ്മൾ അങ്ങനെ ആയിരിക്കണം. പക്ഷേ നമ്മളത് തിരുത്തി നമ്മളത് മുന്നോട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനത് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രദ്ധ
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മമണ്ഡലത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ സ്പിരിച്വൽ അവയർനെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ പോകുന്ന ഒരു സ്പിരിച്വൽ കോൺഷ്യസിനെ പറ്റിയാണ്. ആത്മിക ബോധ്യം. ഒന്ന് പറഞ്ഞേ, ആത്മിക ബോധ്യം എന്ന് പറഞ്ഞേ, എന്ന് പറയാൻ പറ്റുമോ? സ്പിരിച്വൽ കോൺഷ്യസ്നെസ്. സ്പിരിച്വൽ കോൺഷ്യസ്നെസ് അതായത് ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ദൈവത്തിന്റെ ആത്മാവിലാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിലുണ്ട് എന്നൊരു ബോധ്യത്തിൽ അറിവ് നമുക്കുണ്ട് അല്ലേ? നിങ്ങൾ ഈ വചനമെല്ലാം നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന 125 പേരുണ്ട്, അനേകം പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്കൊരു അറിവുണ്ട് അല്ലേ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന അറിവുള്ളവർ എത്ര പേരുണ്ട്? എനിക്കും ഉണ്ട് അതെ, ഉണ്ട്. നമുക്ക് വചനവും അറിയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ? നമ്മളെ ദൈവത്തിന് വി ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാ നമ്മളുള്ളിൽ വസിക്കുന്നു, 1 കൊരിന്ത്യർ 3:16 അല്ലേ? നമുക്ക് ആ വചനം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആ വചനം പറയുമ്പോൾ നമുക്ക് അറിയാം, പക്ഷെ ആ അറിവിനകത്ത് നമ്മൾ നടക്കുമ്പോൾ, ആ അറിവിൽ നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് ആത്മിക ബോധ്യം ഉണ്ടാകുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ 2 പേര് താമസിക്കുമെന്ന് വിചാരിച്ചു. അവർ നല്ല ഫ്രണ്ട്സാണ്, നമ്മളെ രണ്ടുപേർക്കും അറിയാവുന്നവരാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു റൂമിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഒരാള് മറ്റേ കൂടെയുള്ള വ്യക്തിയെ കാണുന്നുണ്ട്, അറിയാം അവിടെ ഒരാളുണ്ട്, എന്നാൽ അയാളെ ഇല്ലാത്ത പോലെ അവഗണിച്ച് എന്താ പറയുന്നത്, നമ്മള് പുറത്തു പോകുന്നു, വരുന്നു, നമ്മൾ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നു. അപ്പൊ ആ വ്യക്തി അവിടെ ഉണ്ട്, പക്ഷെ ആ വ്യക്തി നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഹോസ്റ്റൽ പറഞ്ഞാണ്, ഇപ്പൊ നമ്മുടെ കുടുംബത്തിലായിരിക്കാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്, ഇപ്പൊ നമ്മളൊരു കുഞ്ഞുങ്ങൾ അവരൊരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ കാണുന്ന ഒരിതാണ്, പേരൻസുമായിട്ട് ഡിസ്കണക്ഷൻ അവർക്ക് വരും അല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടാവും, അയ്യോ അവരെന്നെ ഞങ്ങൾ അകന്നു പോവാണോ, അവരെന്താണ് അങ്ങനെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല അല്ലേ? എസ്പെഷ്യലി നമുക്ക് ആ ടീനേജ് ആ യങ്ങർ എന്താ പറയുക, അവർ ആ ഒരു യൗവനത്തിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് അവർ കൂടുതൽ കൂട്ടുകാരിലോട്ട് അടുക്കുകയും പേരൻസ് അതിൻ്റെ അടുത്തുനിന്നൊരു ഡിസ്റ്റൻസ് അവർ വരികയും ചെയ്യും. കാര്യം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അവരുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്ന ഒരു സംഭവം, ഒരു സമയമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നു, ആഹാരം കഴിക്കുന്നു, പോകുന്നു, എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അവര് നമ്മളോട് സംസാരിക്കുന്നു, ഓർക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്, നമ്മൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അവിടെ ഒരു കണക്ഷൻ ഇല്ല. എന്നാൽ അവരോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷെ കൂടെയുള്ള വ്യക്തിക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, അവരുടെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സാന്നിധ്യം നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ടീനേജിലുള്ള പിള്ളേരുടെ കാര്യം അവർ അറിഞ്ഞോ അറിയാതെ അത് ഇഗ്നോർ ചെയ്യുക, നിങ്ങളുടെ സാന്നിധ്യത്തെ. അങ്ങനെ കുറേ പേരൻസ് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവരെന്നോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് സിസ്റ്ററെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്നൊരു ഡിസ്കണക്ഷൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ ഇപ്പൊ നിങ്ങളുടെ മക്കളെന്നല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് എന്താ പറയുക, നിങ്ങളൊരു അവഗണിക്കുന്ന ഒരവസ്ഥ. എന്നാൽ നിങ്ങളുടെ അടുത്തുനിന്ന് എല്ലാം അവർ പ്രാപിക്കുന്നുണ്ട്, നിങ്ങളെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത്തെ എല്ലാം സ്വീകരിക്കുന്നുണ്ട്, എന്നാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഉണ്ട്. അതെ, ആമേൻ. അപ്പൊ ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാ നമ്മളോട് ഇടപെടുന്ന സ്പിരിച്വൽ കോൺഷ്യസിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ എൻ്റെ ഹൃദയത്തിലൂടെ വന്ന ഒരൊറ്റൊരു കാര്യമാണ്, എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത എന്ന് പറഞ്ഞ ദൈവാത്മാവ് തന്നത്, എന്നെ എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടാണ്, എന്നെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ അവരിലുണ്ട് എന്നൊരു ബോധ്യത്തിൽ നടക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഞാൻ ഒന്നോട് പറയാവേ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും
ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളൊരു അറിവ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് ആ ഒരു ബോധ്യത്തിൽ നടക്കുന്നുള്ളൂ. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വചനം അല്ലേ, നമ്മൾ ആത്മാവിൽ നടക്കണം, ആത്മാവിൽ നടക്കണം. നമുക്ക് എങ്ങനെയാ ആത്മാവിൽ നടക്കാൻ പറ്റുന്നേ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവ് നടക്കാൻ പറ്റുന്നേ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്ത് ചില സമയത്ത് പറ്റും, ചില സമയത്ത് പറ്റണില്ല. എപ്പോഴും സ്തുതി പരിശുദ്ധമുള്ളവർ എപ്പോഴും സ്തുതി സ്തോത്രമായി അന്യഭാഷയിൽ നടക്കും. വളരെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പല ഉത്തരങ്ങൾ പറഞ്ഞു. ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഉള്ളിൽ ആരും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെന്ന്. പക്ഷെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം വരെ സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ഇൻവോൾവ് ആവും, പല സമയത്ത് പല ശ്രദ്ധകൾ മാറിപ്പോകും. എങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ നടക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ആ ഒരു തിരിച്ചറിവിലാണോ നടക്കുന്നേ? അല്ല. നമുക്ക് എപ്പോഴും ആ തിരിച്ചറിവിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് മുമ്പിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് വലിയ വിഷയങ്ങളായിട്ട് തോന്നുന്നത്. കാര്യം നമ്മൾ ഒരു വിഷയം വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ ഇരിക്കുമ്പോഴോ നമ്മൾ വചനം ഷെയർ ചെയ്യുന്നു, ഓ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിന് പരിശുദ്ധാൽ, ദൈവത്തിന് മന്ദിരമാണ്, നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയും. അത് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ, ഏതെങ്കിലും വിഷയം നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ആ വിഷയത്തെ കാണുന്നത് നിങ്ങളുടെ വിഷയം മാത്രമായിട്ടാണ്, എല്ലാവരുടെയും കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറയുന്നു, എന്നെ മൈൻഡ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്, ഞാൻ അവരിലുണ്ട്, അവരെപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ വെച്ച് നമുക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യാം. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമുള്ള നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഡ്വെല്ലിംഗ് ഇൻ യു. അത് 1 കൊരിന്ത്യർ 3:16 നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്. അതിനോടുകൂടെ ഞാൻ ഒരു വചനം കൂടെ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഗലാത്യർ ലേഖനം ഒന്ന് എടുക്കാമോ? ഗലാത്യർ ലേഖനം അതിന്റെ 5:25. അഡ്ജസ്റ്റ് ഉണ്ടോ? ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആമേൻ. നാം അന്യോന്യം വിളിച്ചും മതി. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഇഫ് യു ലീവ് ഇൻ ദ സ്പിരിറ്റ് ലെറ്റ് us ഓൾസോ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. നമുക്ക് പരിശുദ്ധാത്മാവിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നടക്കണമെന്ന് പറയുന്നത്? ആത്മീക ജീവിതത്തിൽ, നമ്മുടെ യേശുവിന്റെ കൂടെയുള്ള ഈ ഒരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരു വിക്ടോറിയസ് ലൈഫ്, ജയകരമായൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പല വിശ്വാസികളും യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിച്ച വിശ്വാസികൾ പലപ്പോഴും പരാജയത്തിൽ നടക്കുന്നതിന്റെ കാര്യം അവർ തന്നെ നടക്കുന്നുണ്ടാ. അവർ തന്നെ അവരുടെ വിഷയങ്ങളെ മാനേജ് ചെയ്യാൻ നോക്കുന്ന, അവരുടെ വിഷയങ്ങളെ ഒറ്റയ്ക്ക് അവർ നേരിടുക. മറിച്ച് അവർ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ തന്നെ നമ്മൾ ഒരു വിഷയത്തെ നേടുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. അവിടെയാണ് നമുക്ക് വിശ്വാസത്തിൽ തളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, എങ്ങനെ സിസ്റ്ററെ ആത്മാവിൽ നടക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു വ്യക്തിയുടെ കൂടെ നടക്കുന്ന പോലെ കൈപിടിച്ച് നടക്കുന്നല്ല ആണ്. നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ സ്പിരിച്വലി നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം. യു മസ്റ്റ് ഹാവ് ദ സ്പിരിച്വൽ അവയർനെസ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾവേസ് വിത്ത് യു. നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നടക്കണം. ഉണ്ടെന്നുള്ള അറിവിലല്ല, അറിവ് വന്നും പോയി നിൽക്കും. ഓക്കെ, പരിശുദ്ധാത്മാവ് എൻ്റെ, അങ്ങനെയാണ് എനിക്ക് എന്ത് ഗുണം? അപ്പൊ നിങ്ങൾ എങ്ങനെ ആ ഒരു പ്രസൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന മക്കളായിക്കോട്ടെ, അവർ ഒരു പ്രായം കഴിയുമ്പം അവർ നിങ്ങളോട് മിണ്ടാതെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ? കുറയുവോ? കുറയത്തില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാവും, ഇല്ലേ? വിഷമം ഉണ്ടാകത്തില്ലേ?
നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ല. അയ്യോ ഞാൻ അവൻ ഇത്രയും സ്നേഹിച്ചിട്ടും അല്ല എന്റെ മക്കളെ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഞാൻ അവന് വേണ്ടി ഇത്രയും കരുതിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ അപ്പൊ അവരെന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, അവരെന്നെ എന്നെ എന്താ പറഞ്ഞ ഇഗ്നോർ ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മളെ അറിയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അവരവിടെ ഉണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനെ അവസ്ഥ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, നമ്മൾ ഫ്രണ്ട്സ് ആ ഒരു എന്താ പറയുക പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് ഡിസ്കണക്ട് ആവുകയാണ്. ഡിസ്കണക്ട് ആയിട്ട് അവർ നമ്മളോട് മിണ്ടുന്നില്ല, നമ്മൾ അവരോട് മിണ്ടാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളെ അവോയ്ഡ് ചെയ്തു, എന്താ പറയുക അവർ നമ്മളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലൊരു വേദന, എന്ത് ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല, നമുക്കൊന്നും മനസ്സിലാവുന്നുമില്ല, ഇതെന്താ ഇങ്ങനെ. ഈ ഒരു സെയിം അവസ്ഥയെ കൂടെയാണ് പരിശുദ്ധാത്മാവൻ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെടുകയുണ്ടായി. അവർക്കെല്ലാം എന്നെ അറിയാം, പക്ഷെ അവരെന്നെ ഇഗ്നോർ ചെയ്യുക. ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അവരോട് ഇടപെടാൻ ശ്രമിച്ചിട്ടും അവർ ആ ഒരു ബോധ്യത്തിലല്ല നടക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ഒരു ചിന്ത അവർക്ക് അവിടെ ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്താ പറയുക ദുഃഖിപ്പിക്കരുത്. അതായത് നമ്മൾ എന്താ പറയുക മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ പറ്റി വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവരെ പറ്റി മോശം പറയുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന അവൻ നല്ല സഹായകനാണ്, അവൻ നല്ല കൗൺസിലറാണ്, നല്ല അഡ്വക്കേറ്റ് ആണ്. ഓർത്ത് നോക്കണം, സ്വർഗം വിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത് നിങ്ങളെ ജയാളിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടാ. അങ്ങനെ ജയാളിയായിട്ട് നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ. ഞാൻ പരിശുദ്ധാത്മാവിനെ വിഷമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാട്ടെ. അത് ഒരു പക്ഷെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യാന്നുള്ളത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതൊരു വേറൊരു ഹയർ ലെവലുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ദുഃഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാനാ ഭയങ്കര കൊതിയാ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു ബോധ്യത്തിലൂടെ കടന്നു വരണം. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങളൊരു വിഷയം വരുമ്പോൾ, ഉദാഹരണമായിട്ട് നിങ്ങളൊരു കടത്തിന്റെ കൂടിനകത്ത് കിടക്കുവാണ്, അതിൻ്റെ അകത്ത് പുറത്തു വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് വിഷയത്തിനകത്ത് കിടക്കുവാണ്. അപ്പോൾ ഉടനെ മനസ്സിലോട്ട് വരണം, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, കർത്താവിനെ രക്ഷിക്കുമായിരിക്കും, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ ഇതാവട്ടെ, ഡെലിവർ ആക്കട്ടെ. ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കുക, എന്തുകൊണ്ട് എന്നെ ആശ്രയിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയായിരിക്കും, സിസ്റ്റർ ഞാൻ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ സംസാരിക്കുന്നത് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്ത? ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ലൗഡാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പം ദൈവത്തെ വിശ്വസിപ്പിക്കാൻ പറ്റാതെ വണ്ണം പറ്റുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് നോയ്സസ് ഇൻ അവർ മൈൻഡ്, ലൈക്ക് തോട്ട്സ് ആയിട്ടായിരിക്കാം പല കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ ഈ ഒരു ചിന്താഭാരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താ പറയുന്നത്, ദേവർമ്മ സംസാരിച്ചപ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഗാർഡ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ ഗാർഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത്, ഞാൻ ഇത്രയും സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വെച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങൾ അകന്നു പോയെന്ന് പറയല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല, ഒരിക്കലും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകത്തില്ല. കർത്താവ് പറയുന്ന, എന്തിനാ യേശു കർത്താവ് ഈ ലോകത്തിലോട്ട് വന്നത്? കർത്താവിന്റെ വചനം പറയുന്ന യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ പറയുന്ന, അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവർക്ക് വേണ്ടി ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ എന്താ പറയുക, ആദവും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിന് സെപ്പറേറ്റഡ് ആയിപ്പോയി. ഒരു പാപം
പാപത്തിനകത്ത് ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശുദ്ധനാണ്, ഹോളിയാണ്. ദൈവം എന്ന് പറഞ്ഞ മോസ്റ്റ് ഹോളി ഗോഡാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അപ്പൊ ആ ഒരു ദൈവം നമ്മുടെ ഉള്ളിലോട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ സ്വർഗം വിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്? നമുക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. അതൊന്ന് വായിച്ച ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, അവിടെ ആരാ ആലയം എന്ന് പറയുന്നത്? നമ്മള് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഓരോ വ്യക്തികളുമാണ് ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവം ഉള്ളിൽ വസിക്കുന്ന. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു കോൺഷ്യസിനാണോ നടക്കുന്നത്? നമ്മൾ എപ്പോഴും ആ ഒരു ബോധത്തിലാണോ നടക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വിഷമിക്കാറില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ഇവർ ഇഗ്നോർ ചെയ്യുകയാണല്ലോ. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഉള്ളിലുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ജയാളിയായിട്ട് നടത്താനല്ലേ വന്നിരിക്കുന്നത്, ഞാൻ നിന്നെ പോറ്റി പുലർത്തുമല്ലോ, നീ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തേ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉന്നതത്തിലുള്ളത് തന്നെ ആരായി. പരിശുദ്ധാത്മാവ്, ഞാൻ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ദൈവമക്കളെ, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൂടെ നടക്കാൻ നിങ്ങളുടെ കൂടെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോൺഷ്യസിനകത്തോട് വന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇനി ആ ഒരു വേറൊരു ലോകത്തിലോട് കടക്കുമല്ല, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് പറ്റിച്ചേർന്നു എന്ന് പറയുന്നു, നമ്മൾ ഏകാത്മാവായി മാറി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ മാനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മൾ ഇന്ന് ഒരേ ആത്മാവായിട്ട് നടക്കുന്നേ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സത്യത്തിൽ അറിയാമെങ്കിലും ആ സത്യത്തിൽ നടക്കാതെ, ആ ബോധത്തിൽ നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് വലിയ വിഷയമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ തുടങ്ങണം. എങ്ങനെയാ സംസാരിക്കുന്നത്? നിങ്ങൾ തന്നെ സംസാരിക്കണം. എന്നുവെച്ചാൽ പുറത്ത് പോയിരുന്ന തന്നെ സംസാരിക്കുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിക്കും നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഞാൻ അതല്ല പറയുന്നത്. നിങ്ങളെ വ്യക്തിപരമായ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് കർത്താവുമായിട്ടൊരു ടൈം അലോൺ എപ്പോഴും വേണം. നിങ്ങൾ എത്ര പേര് നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്നുണ്ട്, അവരുടെ കൂടെ ഇന്ന് വചനം വായിക്കുന്നുണ്ട്, ഓക്കെ, എല്ലാം നല്ലതാണ്, അതെല്ലാം നമ്മളെ വളർത്തുവാണ്. പക്ഷെ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് വേറെ ഒന്നുമില്ലാതെ, ഫോണോ അല്ലെങ്കിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനോ ഇല്ല, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ദൈവസന്നിധി ഇരുന്ന് നിങ്ങൾ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ, അങ്ങ് എന്നോട് സംസാരിക്കണം, എനിക്ക് എൻ്റെ എല്ലാം ഞാൻ മാറ്റി അങ്ങ് എന്നോട് സംസാരിക്കണം, എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കണം. നിങ്ങൾ ആ ഒരു മൊമെന്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് നോക്കിയിരിക്കുമോ? അറിയാവോ? ഫസ്റ്റ് ഓഫ് ഓൾ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് ഇടപെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളിലും ഓവറായിട്ട് അതിനെപ്പറ്റി ടെൻസ്ഡ് ആയിട്ട് ചിന്തിച്ചിങ്ങനെ നടക്കുന്നുണ്ട്, നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്, നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും, ഞാൻ നിന്നെ കരുതും. കേൾക്കുന്നുണ്ടോ എന്നെ? അത് എത്ര പേര് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് വരെ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അരമണിക്കൂർ അന്യഭാഷ പറഞ്ഞ് ഇരിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ നിശബ്ദമായിട്ട് കിട്ടാനായി, ഇപ്പൊ എപ്പോഴും നല്ലത് രാത്രി ആയിരിക്കും നല്ലത്. നിശബ്ദമായിട്ട് ആരും ഇല്ലാത്ത സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. അങ്ങക്ക് എന്നോട് സംസാരിക്കാനുള്ളത് അങ്ങനെ നടത്തണം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വ്യക്തമായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. എത്ര പേര് പറയും ഞാൻ അങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞു? എത്ര പേര് പറയും ഞാൻ അങ്ങനെ ചെയ്യും? ആമേ. ഞാൻ പറയട്ടെ, ഞാൻ എന്നോടല്ല നിങ്ങൾ എഗ്രി ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒറ്റൊരു കാര്യം, ഞാൻ നിങ്ങൾക്കറിയാലോ, ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം, കർത്താവേ, ഞാൻ ആരുമല്ല,
ഞാനൊരു ഒരു ഒരു പാത്രമാണ്, ഞാനൊരു വെസല് മാത്രമാണ്. നിങ്ങളോട് കർത്താവിൻ്റെ മെസ്സേജ് പറയുന്ന ഒരു വെസല് മാത്രമാണ് ഞാൻ. എനിക്ക് ഒരു കഴിവുമില്ല, എനിക്കൊരു ബലവും ഇല്ല, എനിക്ക് രോഗസൗഖ്യമാക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വഴി നടത്തുന്ന എൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഒരു പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു ആത്മബന്ധത്തിലേക്ക് നിങ്ങളെ വീണ്ടും ആഴമായിട്ട് കൊണ്ടുവരണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ബന്ധമുണ്ട്, ഇല്ലെന്നല്ല. നമുക്ക് പറയാം, ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് ഒരു ബന്ധം എടുത്താൽ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹം നടിച്ച് ജീവിക്കുന്നവരുണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആയ ആൾക്കാരുണ്ട്, അല്ലെ? നമുക്ക് പലതരത്തിലുള്ള, എന്നാൽ ഒരു ഭാര്യ പുറമേ നോക്കിയ ഭാര്യ ഭർത്താക്കന്മാരാണ്, പക്ഷെ ഒരു മുറിയിൽ ചുമ്മാ താമസിക്കുന്ന ഒരു അവസ്ഥയുള്ള ആൾക്കാരും ഉണ്ട്, അല്ലേ? അതിനർത്ഥം അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതിനകത്ത് ഭയങ്കരമായ കീ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും എങ്ങനെയാണ് ആ കോൺഷ്യസ് നടക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയണം, നിങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവേ, ഞാനിങ്ങനെ പോവാണ്, എന്നെ ഗൈഡ് ചെയ്യണം, ഞാൻ ജോലിക്ക് പോവാണ്, അവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമാക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയും, നമ്മളൊരു കൂട്ടുകാരെ ഒരു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അയാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും പറ്റത്തില്ല. നമുക്ക് നമുക്കിപ്പോ കംപ്ലീറ്റ്ലി ഫോക്കസ് വേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാത്ത സമയങ്ങൾ, അതിന്റെ ഇട സമയങ്ങളിൽ ജോലി ഇടയ്ക്ക് എപ്പോഴും പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ജോലിയിൽ ഇപ്പൊ ഒരു കോൺഫറൻസിനകത്ത് കയറി നമുക്ക് പരിശുദ്ധാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാവും, പക്ഷെ ഫുള്ളി കണക്റ്റഡ് ആകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയണം, പരിശുദ്ധാത്മാവേ, ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ നടക്കാൻ പോകുന്നത്, ഞാൻ അങ്ങയുടെ കൂടെ നടക്കാൻ പോകുന്നത്, അങ്ങ് എൻ്റെ കൂടെയുണ്ട്. അത് ഞാൻ എപ്പോഴും എന്നെ അതിശയിപ്പിച്ചൊരു വചനമാണ്. നമ്മളെ യോഹന്നാന്റെ ലേഖനങ്ങളിലോട്ട് നമുക്ക് പോകുമ്പം അതിനകത്ത് പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്നൊരു വാക്കുണ്ട്. നമ്മളോർക്ക് എങ്ങനെ പാപം ചെയ്യാതിരിക്കാൻ പറ്റും? ആ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നടക്കുന്ന ആൾക്കാർക്ക്, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുവാണെങ്കിൽ, നിങ്ങളുടെ കൂടെ യേശു നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? ഇപ്പൊ നിങ്ങൾ യേശു നിങ്ങളുടെ കൂടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവർ വേറെ ഒരാളെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവം ആയിക്കോട്ടെ, വലുതും ചെറുതുമായ ഏതെങ്കിലും കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് നിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? കാര്യം കർത്താവ് നമ്മുടെ കൂടെയാ. പക്ഷെ സത്യമായിട്ടുള്ള സത്യം എന്താണ്? ഇവിടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആ ഒരു റിയാലിറ്റിന്ന് ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് കുഴപ്പം. അപ്പൊ കർത്താവിന്റെ കുഴപ്പമല്ല. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമ്പോ, നമ്മൾ ആ ഒരു റിയാലിറ്റിയിൽ നമ്മൾ നിൽക്കാതെ വരുമ്പോഴാണ്, ആ ഒരു സത്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആകാതെ വരുമ്പോഴാണ് നമ്മളിവിടെ കുഴപ്പം പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുമ്പിലുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയും, സിസ്റ്ററിന് അറിയാൻ മേലാത്തോണ്ടാണ്, എനിക്ക് ഭയങ്കര വിഷയമാണ്, ശരിയാ, ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് എഗ്രി ചെയ്യുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നോടൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ അതിന്റെ ആഴത്തിലും വേദനയിലും ബുദ്ധിമുട്ടിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് പറ്റും. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഇരിക്കുന്നത്? ഒന്ന്, നിങ്ങളെ ജയകരമായിട്ട് നടത്താനായിട്ട്. രണ്ട്, നിങ്ങൾ പോകേണ്ട വഴികളെ പറഞ്ഞു തരാനായിട്ട്. മൂന്ന്, നിങ്ങളുടെ കൂടെ എപ്പോഴും കൂട്ടായ്മ ആചരിക്കാനായിട്ട്. കാര്യം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ വിശ്വസിച്ച് സ്വീകരിച്ച മക്കൾക്ക് അവർ ദൈവമക്കളാകാൻ അധികാരം. ആര് വിശ്വസിക്കുന്നു? ദോസ് ഹൂ റിസീവ് ഹിം ആൻഡ് ബിലീവ് ഇൻ ഹിം ഹി ഗേവ് ദ റൈറ്റ് ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അതുപോലെ തന്നെ വേറെ റോമർ 8 അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവാത്മാവിനാൽ നടക്കപ്പെടുന്നവരായിരിക്കണം. എങ്ങനെ നടക്കപ്പെടും? ദൈവാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ എപ്പോഴും തുടങ്ങുക. യു സ്റ്റാർട്ട് യുവർ ഡേ ഇൻ ദ കോൺഷ്യസ് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് മീ, ടോക്ക് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ആ ഒരു ഹോളി സ്പിരിറ്റിലൂടെ എന്താ പറയുക? നമ്മൾ സാധാരണ കണ്ടില്ലേ പരിശുദ്ധാത്മാവേ, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, നീ എന്നെ പ്രാർത്ഥന കേൾക്കാത്തത്, ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നല്ലതാണ്, നമ്മുടെ ഹൃദയം തുറക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങളെ ജയകരമായിട്ട് നടത്താനാ.
ജയകരമായിട്ട് നടത്താനാ. ഒന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എന്നെ ജയകരമായിട്ട് നടത്താനാന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ വന്നിരിക്കുന്നു, എന്നെ ജയകരമായി നടത്താൻ. ആമേൻ. ഏത് വിഷയത്തെ ഞാൻ പറഞ്ഞ, ഏതൊരു വിഷയത്തിനും ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ദൈവമക്കളെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ ഒരു അറിവ് മാത്രമായിട്ട് പോകാതെ ഈ ഒരു അറിവിൽ നിങ്ങൾ നടക്കണം. ഈ ഒരു അറിവിൽ നടന്നെങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവുള്ള സകലത്, പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് സകലതും നേടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ യേശുവിനെ രക്ഷകർത്താവുമായി സ്വീകരിക്കുമ്പോൾ, അല്ലെ, നമ്മൾ കർത്താവിനെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ്, കർത്താവ് അങ്ങ് എൻ്റെ രക്ഷകൻ, എൻ്റെ രക്ഷകർത്താവുമായി ഞാൻ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ദൈവമക്കളാകുവാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വരുവാണ്. പക്ഷെ അവിടെ കൊണ്ട് നമ്മൾ തീരുന്നില്ല. എല്ലാ ദിവസവും ഇന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങളെ എന്താ പറയുന്നത്, അത് ഇമാജിൻ ചെയ്ത് ആ വാഗ്ദത്തങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ ഞാൻ ഇന്ന വഴിക്ക് പോകണം, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സകലത് സാധിക്കും, അങ്ങ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു വ്യക്തി എന്നെ തൊടില്ല. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ രക്ഷയിലോട്ട് വന്നിട്ട്, രക്ഷയുടെ അനുഭവത്തിലോട്ട് വന്നിട്ടും പല വ്യക്തികളും പാപത്തിലേക്ക് പോകാനുള്ള കാര്യം ഇതുകൊണ്ടാ. നിങ്ങൾ ആബ്സെന്റ് മൈൻഡഡ് ആണ്. കർത്താവ് നിങ്ങളെ വിട്ടു പോയിട്ടില്ല, യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ആ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നടക്കാത്ത കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളെ വലുതായിട്ട് കാണുന്നു, നിങ്ങൾ ആ വിഷയത്തിൽ ഭാരപ്പെടുന്നു, അതിനകത്തുനിന്ന് ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടാൻ പറ്റാതെ വരുന്നു. അത് ഇന്നും മുതൽ നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകും, ഞാൻ പറഞ്ഞു, നമുക്ക് മീറ്റിംഗ് ഇല്ല, കുറച്ച് സമയം കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുതലെടുക്കും. പക്ഷെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കറക്റ്റഡ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ വചനം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് സിസ്റ്റർ എനിക്കത് കാണാൻ പറ്റുന്നില്ല? നിങ്ങൾ കാണാൻ പറ്റാത്തതിന്റെ കാര്യം നിങ്ങൾ ആ ഒരു കോൺഷ്യസിനോട്ട് വരുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ കൂടെ യേശു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയുന്നത്, യേശുവിന്റെ മുമ്പിൽ വെച്ചൊരു പാപം, നമ്മൾ ഏതൊരു പാപമായിക്കോട്ടെ, കുറ്റം പറയുന്ന ആയിക്കോട്ടെ, മോഷ്ടിക്കുന്ന ആയിക്കോട്ടെ, എന്താ പറയുക, വിഗ്രഹം ആരാധിക്കുന്ന ആയിക്കോട്ടെ, ഏതുമായിട്ട് വലുതും ചെറുതുമായ മറ്റുള്ളവരുടെ ദേഷ്യം വെച്ച് പുറത്തുമായിക്കോട്ടെ, ഏതൊരു നമ്മൾ ചെയ്യത്തില്ല അല്ലേ? പക്ഷെ യേശു നമ്മുടെ കൂടെ ഇല്ലേ? അത് റിയാലിറ്റി ഉള്ളൊരു കാര്യമല്ലേ? പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡിൽ നിന്ന് ആബ്സെന്റ് മൈൻഡഡ് ആവുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മളേതായ ഒരു ലോകത്ത് നടക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ജഡത്തിൽ നടക്കരുത്. നിങ്ങൾ ജഡത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിന്റെ ഇഷ്ടം അവിടെ നിറവേറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ജഡത്തിൽ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ചിന്തകൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് കടക്കാർ വരുന്നുണ്ട്, കടം എനിക്ക് അടയ്ക്കണം, ഞാൻ എന്നാ ചെയ്യും, എന്താ പറയുന്നേ, കർത്താവിനെ സഹായിക്കുമായിരിക്കും. നോ. എൻ്റെ അവസ്ഥകൾ അറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് തക്ക സമയത്ത്, ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, എപ്പോഴും ഉണ്ട്. നിങ്ങൾ കാണുന്നത് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ വ്യക്തികളെ പോകുന്നുണ്ടോ, ആരൊക്കെ ഇടപെടുന്നോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതെല്ലാം പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. നമ്മളൊരു വലിയൊരു പാപത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ പാപത്തിൽ എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതുകൊണ്ട് ആ ഒരു പാപം ചെയ്തുകൊണ്ട് നമ്മൾ എന്നേക്കുമായിട്ട് ദൈവം നമ്മളെ ഡിസ്കണക്ട് ആക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളൊരു പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടന്നെ കർത്താവിന്റെ ഏറ്റു പറഞ്ഞോണം. ഏത് ചെറുതും വലുതുമായ ഒരു പാപമായിക്കോട്ടെ, ഏതൊരു പാപം ചെയ്താലും പെട്ടെന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞണം. അങ്ങനെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ അവിടെ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുക. ഇത് നമുക്കറിയാലോ. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ വചനം പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മൾ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട്
പാപത്തിൽ ജീവിക്കുന്ന, നമ്മൾ പാപം ചെയ്യുന്ന ഏതെങ്കിലും മിസ്റ്റേക്ക് ആകട്ടെ, പാപം നമ്മൾ അറിഞ്ഞു അറിയുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുക. അത് ഒരു കൊലപാതകം ചെയ്യുന്നതും മനസ്സിൽ ഒരാളെ വെച്ച് അയാളെ ഹൃദയത്തിൽ എന്താ പറയുന്നത് ക്ഷമിക്കാതിരിക്കുന്നതും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ. നമ്മുടെ സന്നിധിയിൽ കൊലപാതകം വലുതും ഒരാളോട് ക്ഷമിക്കാതിരിക്കുന്ന വലുതും ചെറുതും പാപം എന്നും പാപമാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ പാപത്തിന്റെ അവസ്ഥകളിലോട്ട് പോകാതിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടം. കാര്യം പരിശുദ്ധാത്മാവ് എന്നാ പേരല്ലേ, ഹോളി സ്പിരിറ്റ് എന്നാ പേര്. അതിവിശുദ്ധനായ ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് അതേ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച അതേ ആത്മാവ്. അപ്പൊ നീ ഒരു പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അസാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ ജയകരമായ ആരെക്കാളും ഉന്നതിയിലെ സകല മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഉയർച്ചയിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ നടക്കാൻ പറ്റാത്തതിന്റെ കാര്യം നമ്മൾ ആ സ്പിരിച്വൽ കോൺഷ്യസിലോട്ട് വരാത്തതാണ്. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തിലോട്ട് വരാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഒരു ബോധ്യത്തിൽ നടക്കണമെങ്കിൽ ആ ചിന്തകൾ നിങ്ങൾ എപ്പോഴും നോക്കുക. രണ്ട്, ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ആ ഒരു സ്പിരിച്വൽ കോൺഷ്യസിനാണെങ്കിൽ എന്താ പറയുന്ന, നമുക്ക് അതിനകത്ത് ഭാരം തോന്നില്ല. അതുകൊണ്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് എന്നെ അറിയാം, പക്ഷെ അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു കണക്ഷൻ, പരിശുദ്ധാത്മാവായിട്ടുള്ള കണക്ഷൻ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇന്ന് വരെ എന്താ പറയുന്ന യേശുവിനെ രക്ഷകർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ ഹൃദയത്തെ കൊടുക്കുക, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. ദൈവരാജ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിൽ നടക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാ ദൈവരാജ്യത്തിലോട്ട് വരുന്നേ? നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിലോട്ട് നമുക്ക് ക്ഷണം കിട്ടുന്നേ എന്ന് പറഞ്ഞേ. നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിലോട്ട് കയറുന്നേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ആമേൻ 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 ആമേൻ. നമ്മൾ യേശുവിനെ രക്ഷകർത്താവുമായി ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നല്ലേ. പിന്നെ നമ്മൾ ആ ഒരു ഒന്നാമത്തെ പടി അതാണ്. പിന്നെ ആത്മസ്നാനത്തിൽ നിന്ന് പിന്നെ ജലസ്നാനം നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ ഉപരി ആത്മസ്നാനത്തിൽ നമ്മൾ ആത്മാവിൽ നടക്കുന്നു. അപ്പൊ ആ ദൈവരാജ്യത്തിൽ വന്ന വീണ്ടും ജനിക്കുന്ന ഇല്ല എങ്കിൽ അല്ലെ, വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുന്നില്ലെങ്കിൽ ആരും ദൈവരാജ്യത്തിൽ അവകാശമാക്കത്തില്ല. അപ്പൊ ഫസ്റ്റ് പടി അതാണ്. ദൈവരാജ്യത്തിലുള്ള ഒരു വ്യക്തി നമ്മൾ ഈ ലോകത്തിലാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിലാണെന്നും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ എപ്പോഴും സംസാരിക്കണം. ഇന്നുമുള്ളൊരു ടാസ്ക് അതാണ്, ആ പരിശുദ്ധാത്മാവോട് എപ്പോഴും സംസാരിക്കുക. നിങ്ങൾ പോലും അമേസ്ഡ് ആവും, നിങ്ങൾ പോലും ഭയങ്കരമായി സർപ്രൈസ്ഡ് ആവും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ സിസ്റ്ററെ, ചിലപ്പോൾ സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആരോ പറയുന്നതായിട്ട് ഒരു ഭയങ്കര ഒരു ഇന്നർ വോയിസ് അല്ലേ, ഭയങ്കര പീസായിരിക്കും ആ സംസാരിക്കുമ്പോൾ. പെണ്ണുങ്ങൾ ഞങ്ങളുടെ മനസ്സിങ്ങനെ ഭയങ്കരമായ ഒരു വിഷയത്തിനകത്ത് ഇങ്ങനെ ഹൃദയത്തിൽ അടിച്ചടിച്ചടിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും മടുത്ത് ക്ഷീണിച്ച് എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ഒരു ഇന്നർ വോയിസ് കേൾക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, കർത്താവ് നടത്തും. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വോയിസ്? ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അതാരത്? അതാരാ സംസാരിച്ചേ? അതാരാ നിങ്ങളോട് സംസാരിച്ചത്? ആ പരിശുദ്ധാത്മാവ്. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാ അല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവ് ഈ ദൈവത്തിന്റെ ഉള്ളിൽ വസിച്ച ആത്മാവ് അതേ ഹോളിനെസ്സോടെ അതേ വിശുദ്ധിയോടെ നമ്മുടെ ഉള്ളിൽ ദൈവം പകരണമെങ്കിൽ ആ കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നോണ്ടാ അല്ലേ. നിങ്ങൾ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നോണ്ട് ആ ഉള്ളിലെ പരിശുദ്ധ. അതുകൊണ്ടാണ് എന്തുകൊണ്ടും പിശാച് നിങ്ങളെ കാണുമ്പോൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്തോത്രം പറയുന്നോണ്ടാണോ? അല്ല രക്തം ജയം പറയുന്നോണ്ടോ? അല്ല, പിശാച് നിങ്ങളെ നോക്കുമ്പോ അവൻ നോക്കുമ്പോ നിങ്ങൾ പ്രകാശത്തിലെ ശോഭയിൽ ഇങ്ങനെ നടന്നു വരുവാ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വസിക്കുവാ. പിശാചിന് അതാ കാണാൻ പറ്റുന്നേ. അപ്പോഴാണ് വേറൊരാള് വന്ന് പറയുന്നത്, എന്നെ ആള് കൂടോത്ത ചെയ്തിട്ട് കണ്ടോ നമുക്ക് തിരിച്ചടിക്കുന്നു. ആരൊക്കെ എന്തൊരു ഭോഷത്തരമാണ് പ്രിയരെ.
ദൈവത്തിന്റെ ഉള്ളിൽ ആത്മാവ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ദൂതന്മാര് നിങ്ങൾക്ക് ചുറ്റും പാളയം അടിക്കുന്നേ അല്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നല്ലേ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം അടിച്ച് ദൈവത്തിന്റെ ദൂതന്മാരിയ്ക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാര് എന്തുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നത്? നിങ്ങൾ മക്കളായിട്ട് മാത്രമാണോ? അല്ല, ദൈവത്തിന്റെ ദൂതന്മാര് നോക്കുമ്പോ നിങ്ങളുടെ ഉള്ളിലാ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഈ ഒരു മർമ്മത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നോണ്ടാണ് നമുക്ക് ഭയവും ഭാരവും എല്ലാം ഉണ്ടാകുന്നത്. ശരിയല്ലേ? യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ യേശു ഫിസിക്കലായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ഏതെങ്കിലും ഭയപ്പെടുവോ എന്ന് പറഞ്ഞേ? ഭയപ്പെടത്തില്ലല്ലേ? അതുപോലെ തന്നെയല്ലേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളു. കർത്താവ് നമ്മുടെ കൂടെയല്ലേ ഇരിക്കുന്നേ. നിങ്ങൾ പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ? കർത്താവ് വന്നേക്കുന്നത് എന്താ പറയുന്ന ഒരു മതത്തിനോ മതം സ്ഥാപിക്കാനല്ലോ കർത്താവ് വന്നേക്കുന്നത് എല്ലാവർക്കും വേണ്ടി. ആര് വിളിച്ചാലും യേശുവിനെ യേശു അവിടെ വരും. കാര്യം കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് തന്നെ നിങ്ങളെ മക്കളായിട്ട് എടുക്കാനാ. നിങ്ങളെ ഈ ലോകത്തിലേക്ക് പാപത്തിലും രോഗത്തിലും ശാപത്തിലും കിടന്ന നിങ്ങളെ യേശുവേ അങ്ങ് എൻ്റെ രക്ഷകനാണ്, രക്ഷകർത്താവാണ്, അങ്ങ് മാത്രം എൻ്റെ ദൈവം എന്ന് ഏറ്റു പറഞ്ഞപ്പോ ആ ഉള്ളിലോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വ്യാപരിച്ചു. നിങ്ങളുടെ ഉള്ളിൽ കണ്ട് വാഴോ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ദിവസവും ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ നടന്നാൽ മതി. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവൊന്ന് സംസാരിച്ചാൽ മതി. ബാക്കി കാര്യം പരിശുദ്ധാത്മാവ് നോക്കിക്കോളും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏത് ഭാരത്തിലാണോ വന്നിരിക്കുന്നത് ആ വിഷയം പരിശുദ്ധാത്മാവ് എന്ന് നോക്കിക്കോളും എന്ന് പറഞ്ഞാട്ടെ. എന്റെ വിഷയം പരിശുദ്ധാത്മാവ് നോക്കിക്കോളും എന്ന് പറ. ഒന്ന് ഫ്രീ ആയിക്കേ, ഒന്ന് ഫ്രീ ആയിക്കേ. ആമേൻ, നിങ്ങളൊന്ന് ഫ്രീ ആയിക്കേ. നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? നിങ്ങളെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് എന്തിനാ ഭാരപ്പെടുന്നത്? മക്കളെ കുറിച്ചും നിങ്ങളുടെ ഭാവിനെ കുറിച്ചും ഭാവിനെ കുറിച്ചും രോഗത്തെക്കുറിച്ചും എന്തുമായിക്കോട്ടെ, ഏത് വിഷയമാണെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യാൻ പോവാ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവരെന്നെ ഇഗ്നോർ ചെയ്യുവാണേ. അവരെന്നെ ഇഗ്നോർ ചെയ്യാൻ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുവല്ലോ കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുവല്ലേ. ഞാൻ നിങ്ങളെ പിന്നെ ഒരു വലിയ പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനും അങ്ങനെ ഞാൻ ആരുമല്ല പ്രിയരെ. ഞാൻ നിങ്ങളെ പറയാം, നിങ്ങളെ ഏറ്റവും ചെറുതാ ഞാൻ. എല്ലാത്തിലും ഞാൻ ചെറുതായിട്ട് ഞാൻ എന്നെ തന്നെ എണ്ണുന്നു. നിങ്ങളോട് ഇത് പറയുവാൻ ദൈവം എനിക്ക് തന്ന നല്ല സമയത്തെ ഞാൻ പറയുന്നത്. കാര്യം നിങ്ങളോട് അത് പരിശുദ്ധാത്മാവ് പറയാനുള്ള കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങൾ അതുപോലെ സ്നേഹിക്കുന്നോളാ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നാം ഇഗ്നോർ ചെയ്യുന്നു ആ സാന്നിധ്യത്തെ. അതിന്റെ കൂടെ ആ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ആ യേശുവായിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ആ യേശു കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എന്താ പറയാ, നമ്മളൊരു നാട്ടുഭാഷ നെഞ്ചു വിരിച്ചങ്ങ് നിൽക്കണം. ഞാൻ അവിടെ നിന്നാ മതി, കർത്താവ് അങ്ങ് ചെയ്തോളും. കർത്താവ് നമുക്കോട്ട് ചെയ്യും. ദൈവമക്കളെ, നിങ്ങളെ ദൈവത്തിന്റെ മക്കളാ. നിങ്ങളെ വിഷയത്തെ നോക്കിയില്ലേ പിന്നെ കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആദ്യം രാജ്യവും നീതിയും, എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നേ. ബാക്കി എല്ലാം ലഭിക്കൂ. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഇടുന്ന പറഞ്ഞ കരഞ്ഞോണ്ട് നടക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ദൈവമായിട്ടുള്ള പരിശുദ്ധാത്മാവായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് എന്ന് പറഞ്ഞു ഹാഫ് ആൻ അവർ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യണം. അതിന്റെ കൂടെ ഭാഗമായിട്ട് വരുന്നതാണ് അന്യഭാഷ പറയുന്നതും വചനം പറയുന്ന എല്ലാം അതിന്റെ ഭാഗമാണ്. പക്ഷെ വചനം പറഞ്ഞ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വിച്ച് ഇട്ട് ഓൺ ചെയ്ത പോലെ വേറെ എന്താ പറയാ, നമ്മളൊരു നാട്ടുഭാഷ ഉണ്ടല്ലോ, നിലാവത്ത് അയച്ചുവിട്ട കോഴീനെ പോലെ അങ്ങ് പോകരുത്. നിങ്ങൾ എവിടെ പോയാലും പറയണം പരിശുദ്ധാത്മ എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ എന്നെ വാഴാൻ വിളിക്കപ്പെട്ടവളാണ്. വചനം അല്ലേ അതല്ലേ പറയുന്ന വചനം, അതാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. ഇത് മാത്രമാണ് സത്യം. നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു പരിശുദ്ധാത്മാവുമായ ആത്മബന്ധത്തിലിരുന്ന് നിങ്ങൾ ഈ വചനങ്ങളെ പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയം കത്തുന്നതായിട്ട് അനുഭവപ്പെടാൻ പറ്റും. കാര്യം പലപ്പോഴും പരിശുദ്ധാത്മാവുമായി ദുഃഖിപ്പിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്ത് നമ്മൾ വചനം പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ വചനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഫസ്റ്റ് മുൻതൂക്കം കൊടുത്ത് ബഹുമാനിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വചനങ്ങളെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ ചുമ്മാ ഒരു വചനം വായിക്കുന്നു, ചുമ്മാ വചനം വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മൾ വചനം വായിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഇന്നത്തെ വെളിപ്പാടുകളെ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്.
കാര്യം ഈ വചനം മുഴുവൻ പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട, പരിശുദ്ധാത്മാവോട് പറയാം, പരിശുദ്ധാത്മാവേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞും അറിയാതെയോ അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. നമ്മൾ സംസാരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സൈലന്റ് ആയിട്ടാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ആ ഒരു സമയത്ത് തരും. കാര്യം ആ സമയത്ത് നിങ്ങൾ റീകണക്റ്റഡ് ആയിക്കോണം. പരിശുദ്ധാത്മാവ് പറയണം, പരിശുദ്ധാത്മാവെ, ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നപ്പോഴാണല്ലോ ഞാൻ ഈ വ്യക്തിനെ പറ്റി ഈ മോശം എല്ലാം പറഞ്ഞു തന്നത്, അവരെ പറ്റി എല്ലാം അഹങ്കാര വർത്താനം പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോഴാണല്ലോ, ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോഴാണല്ലോ ഞാൻ കണ്ടത്, കേൾക്കേണ്ടാത്തത് കേട്ടത് ഈ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ ഇരുന്നപ്പോഴാണല്ലോ. എന്നോട് ക്ഷമിക്കണേ അപ്പാ, എന്നോട് ക്ഷമിക്കണേ എന്നെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം. ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തും. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവ് സാക്ഷ്യമാക്കി തീരും. പക്ഷെ അവൻ്റെ കൂടെ ഒന്ന് നടന്നാൽ മാത്രം മതി. എങ്ങനെ അവൻ്റെ കൂടെ നടക്കുന്നേ? അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. ഞാൻ പരിശുദ്ധാത്മാവിനാണ്. അറിവല്ല, അറിവ് വന്നും പോയി നിൽക്കുവേ. ഓക്കെ, ഞാൻ റോഡ് ഞാൻ വലത്തും ഇടത്തും നോക്കി കടന്നില്ലെങ്കിൽ വണ്ടി ഇടിക്കുന്നുള്ള അറിവാണ്. പക്ഷെ ആ അറിവ് പ്രാക്ടിക്കലായിട്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ നേരെ അങ്ങ് വലത്തും നോക്കാതെ അങ്ങ് നേരെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വണ്ടി ഇടിച്ച് ചോദിച്ചാൽ മതി അല്ലേ? അതുപോലെ അങ്ങനെ അതാണ് അറിവെന്ന് പറയുന്നത്. അപ്പൊ അറിവിൽ നടക്കണം. എവിടെ പോയാലും, വഴി പോകുമ്പോഴും, സ്കൂളിൽ പോകുമ്പോഴും, തിരിച്ചു വരുമ്പോഴും, കോളേജിൽ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും, ഈവൻ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ ഒരിക്കലും ദാസനെ പോലെ സംസാരിക്കരുതേ, മക്കളായിട്ട് സംസാരിക്കണം, മക്കളായിട്ട്. ആമേൻ. നിങ്ങൾ മക്കളാണ്, നമ്മൾ മക്കളാണ്. ഓർത്തു നോക്കിയ, സ്വർഗത്തിലെ സർവശക്തനായ ദൈവത്തിന്റെ മക്കളാ. ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചാ നടക്കാവുള്ളൂ, ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചാ സംസാരിക്കാവുള്ളൂ. അവരെ പോലെ, ദാസന്മാരെ പോലെ അയ്യോ ഞാൻ രക്ഷപ്പെടുവോ, അയ്യോ എന്നെ ഇല്ലില്ല, എനിക്കൊരപ്പനുണ്ട്. വചനം പറയുന്ന പോലെ ഈ ലോകത്തിലെ ദുഷ്ടരായ നിങ്ങൾ അല്ലേ, നിങ്ങൾ ഈ ലോകത്തിലെ ദുഷ്ടന്മാരെ അപ്പനും അമ്മയും നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കണമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്ര അധികം അവനോട് ചോദിക്കുന്ന പരിശുദ്ധാത്മാവിന് എത്ര അധികമായി കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾ അസാധാരണമായ സാക്ഷ്യങ്ങളുണ്ടാവും, അസാധാരണമായ സാക്ഷ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഭയങ്കര ഭാരമാണ്. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഭയങ്കരമായ ഒരു ദൈവം, ഞാൻ താഴെ കുഞ്ഞു ഭൂമിയിൽ ഇരിക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ. അതല്ല കേട്ടോ. അത് ഈ ലോകത്തിന്റെ തിയറിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ലോകത്തിൽ പറയുന്ന പല ദൈവങ്ങൾക്കും നമ്മൾ പല കാഴ്ചകൾ വെക്കണം, പല കാര്യങ്ങൾ, പല ഡിമാൻഡ് ഉണ്ട് അല്ലേ? പല ഡിമാൻഡുകൾ പറയുന്ന ലോകത്തിലെ ദൈവങ്ങളുണ്ട്. അവർക്ക് പറ്റത്തില്ല, ഇവർക്ക് കയറാൻ പറ്റും, ചില സമയത്ത് കയറാൻ പറ്റും, ചില സമയത്ത് കയറാൻ പറ്റത്തില്ല. ലോകത്ത് പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിന് എല്ലാവരും ഇഷ്ടമാണ്. നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവ് നിങ്ങൾ മക്കളായിട്ട് നടത്താൻ ആഗ്രഹം, ദാസന്മാരായിട്ടല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിന്നെയും ഭയപ്പെടേണ്ട ദാസത്തിന്റെ ആത്മാവിനല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചിരിക്കുന്നത്? പുത്രത്വത്തിന്റെ ആത്മാവ്. സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണ് നിങ്ങൾ. അതേ പരിശുദ്ധാത്മാവ്, വചനം പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് വസിക്കുന്ന അതേ സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് എന്ന് പറഞ്ഞ അപ്പ ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോണേ. എന്നിട്ട് നമ്മൾ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു 2 മിനിറ്റ് ഏറ്റു പറയുക, പരിശുദ്ധാത്മാവുമായിട്ട് റീകണക്റ്റ് ആവുക. പരിശുദ്ധാത്മാവെ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിട്ടും അങ്ങ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവിനെ വിളിച്ച്, അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവിനെ വിളിക്കുക, ബാക്കിയുള്ള സമയങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആരും മ്യൂട്ട് മാറ്റണ്ട ഹൃദയത്തിനകത്ത്. ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ്, എനിക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, നമുക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവൻ ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തിൽ എന്താ നോക്കുന്നേ? ആ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ,
അങ്ങന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്ന പരിശുദ്ധാത്മാവെ. ഞാൻ പലപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ആ ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നസ് ഞാൻ നടന്നിട്ടില്ല. ഞാൻ ദൈവ മകളാന്നുള്ള ഒരു ബോധത്തിൽ ഞാൻ പലപ്പോഴും ഞാൻ മറന്നു നടന്നിട്ടുണ്ട്. പല പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ, അങ്ങേ അവഗണിക്കുന്ന ആളോ റിജക്ഷൻ ആണ് ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത്. ദൈവസന്നിധി നമ്മൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം അവഗണിക്കുന്നത്. ഇനി എനിക്ക് അത് നടക്കണ്ട അപ്പ, എന്നെ സഹായിക്കണമേ. നിങ്ങൾ ബലഹീനരുള്ളതാണെങ്കിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവെ, എനിക്ക് എപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കണം. പരിശുദ്ധാത്മാവ്, അങ്ങേ ശബ്ദം കേട്ട് നടക്കണം. അങ്ങന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധത്തിൽ ജയാളിയായിട്ട് ഞാൻ നടക്കും പറഞ്ഞ് പ്രാർത്ഥിച്ച യേശുവേ. ഹല്ലേലൂയ. ഈ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തൊടുക. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരു സൈന്യമായി ഉയർത്തുമെന്ന്. കർത്താവെ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. കർത്താവെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പലപ്പോഴും അങ്ങ് ഞങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കൂടെ എപ്പോഴും നടക്കുവാൻ, അങ്ങയുടെ കൂടെ ഇരുന്ന വചനത്തെ വായിക്കുവാൻ ഞാൻ പലപ്പോഴും എൻ്റെ വിഷയങ്ങൾ മാത്രമായി ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥയായിട്ട് പോയിട്ടുണ്ടല്ലോ നാഥ, അതിൽ സ്വാർത്ഥനായിട്ട് ഞാൻ പോയിട്ടുണ്ടല്ലോ അപ്പ. എന്നാൽ പരിശുദ്ധാത്മാവേ, അങ്ങിൽ എനിക്ക് നടക്കണം, അങ്ങയുടെ ഇഷ്ടത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങയുടെ ഇഷ്ടത്തെ എനിക്ക് ചെയ്യണം. അങ്ങയുടെ മുഴുവൻ നിയന്ത്രണം, നിങ്ങളെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതുമായ എന്തൊക്കെയോ നിങ്ങളുടെ ജഡത്തിലുണ്ട്. അത് ചിലപ്പം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ദേഷ്യമായിരിക്കാം, അഹങ്കാരമായിരിക്കാം, എന്തു ആയിക്കോട്ടെ, അതെല്ലാം ഒന്ന് വിട്ടുകൊടുത്ത് കർത്താവ്, ഇനി എൻ്റെ കാര്യങ്ങൾ എനിക്കുണ്ട്, എനിക്കത് പുറത്ത് വരാൻ പറ്റും. ഒരുപക്ഷെ അതൊരു അഡിക്ഷൻ ആയിരിക്കാം. ഒരിക്കലും ദൈവാത്മാവിനെ ജഡ്ജ് ചെയ്ത് നിങ്ങൾ ഇട്ടേച്ച് പോകുന്നൊരു ദൈവമല്ല, മറിച്ച് വിട്ടുകൊടുത്താട്ടെ. എൻ്റെ ഭർത്താവ്, എനിക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, എനിക്ക് ഇന്ന ജയിക്കാൻ പറ്റുന്ന പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എന്നോട് ക്ഷമിക്കണേ പരിശുദ്ധാത്മാവെ. ഇന്നു മുതൽ പരിശുദ്ധാത്മാവെ, അങ്ങനെയുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും എനിക്ക് വളർന്നു വന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങോട്ടുള്ള ഹൃദയത്തിൽ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ. അങ്ങോട്ടുള്ള ബന്ധത്തിൽ ആഴമായിട്ട് എനിക്ക് നടക്കണം. ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ എനിക്ക് വേണ്ട, ചിന്തകൾ എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. എല്ലാ സാഹചര്യങ്ങൾ എല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം മാറട്ടെ. വചനം പറയുന്നു, ആ കാർണൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ജീവിക്കുന്ന പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ് കാർണൽ മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റു പറഞ്ഞാട്ടെ, ഇന്ന് സമർപ്പിച്ചാട്ടെ, എന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ, എന്നെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുക. I submit completely under your Holy Spirit. Lead me, correct me, കൺട്രോൾ മീ കംപ്ലീറ്റ്ലി ഹോളി സ്പിരിറ്റ്. എന്നെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണമേ. എന്തെങ്കിലും എൻ്റെ ജഡത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റുന്നു പറഞ്ഞ്, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ചിരത്തിനകത്ത്, എൻ്റെ ചിന്തകളിനകത്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില ഹൃദയങ്ങളെ ദൈവം ഒന്ന് തൊടുക, ചില ഹൃദയത്തിലെ വേദനകളെ ദൈവം ഒന്ന് തൊടുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും ഇട്ടിച്ചു പോയില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവ് ഇരുന്നപ്പോഴേ നമ്മൾ പലപ്പോഴും കുറ്റങ്ങളും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മളെ ഇട്ടിച്ചു പോകാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളെ മക്കളായിട്ട് സ്വീകരിച്ച, ഒരിക്കലും മക്കളായ ആ ഒരു റിലേഷൻഷിപ്പിന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധാത്മാവെ, ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയം, നിങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, നിങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ആഴമായൊരു ബന്ധം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവെ, തുടർന്ന് കുറിപ്പിക്കുന്ന നന്ദി പരിശുദ്ധാത്മാവെ. എൻ്റെ ഹൃദയങ്ങളെ തുടർന്ന് കുറിപ്പിക്കുന്ന നന്ദി അപ്പ. താങ്ക് യു ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, നന്ദി അപ്പ. പരിശുദ്ധാത്മാവെ, അങ്ങ് എന്തെങ്കിലും തരത്തിൽ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധാത്മാവെ. ഏതെങ്കിലും, വീണ്ടും പറഞ്ഞിട്ട്, ഏതെങ്കിലും വ്യക്തികളോ ചിന്തകളോ കാര്യങ്ങളോ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും, പരിശുദ്ധാത്മാവിന് ഹിതമല്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറിപ്പോട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Thank you, Holy Spirit. ഓ റബഷലിയ ഖറബഷിയാരകന നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണേ.
നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളിപ്പം പരിശുദ്ധാത്മാവിനെ എല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. രോഗങ്ങൾ സൗഖ്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗങ്ങളെ സൗഖ്യമാകും. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകൾ, ജോലി മേഖലകൾ തുറന്നു വരും. വചനം പറയുന്ന പോലെ പൗലോസ് ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്തിരുന്ന് ആരാധിച്ചപ്പോൾ നമ്മളെ ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ പോവാം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങളെ ഇപ്പൊ ഏറ്റെടുക്കാൻ പോവാ. നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ പോവാ. വചനം പറയുന്ന പോലെ പിതാവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന ആത്മാവിൽ സത്യത്തിലുള്ള പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിച്ച് വചനങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങളെ വിഷയങ്ങളെ മുമ്പിൽ വരുന്ന വിഷയങ്ങളോട് പറയണം, വെട്ടി പ്രാർത്ഥന. അധികാരത്തിൽ നടന്നോണം, അധികാരത്തിൽ ദൈവത്തിന്റെ മക്കളെന്ന ബോധ്യത്തിൽ നടന്നോണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഭയങ്കര സന്തോഷമാണ്. പരിശുദ്ധാത്മാവ് ഭയങ്കര സന്തോഷമാണ്. കാര്യം നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവുമായിട്ട് പറഞ്ഞു, I love you Holy Spirit, I love you Holy Spirit, I want to work with you, I want to come in a deep connection with you, deep relationship with you. നിങ്ങൾ പരിശുദ്ധാത്മാവ് ആഴത്തിൽ എനിക്ക് ബന്ധത്തിൽ എനിക്ക് നടക്കണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ത് സന്തോഷമായെന്നറിയാവോ? ആ പരിശുദ്ധാത്മാവ് ഒന്ന് വാഴിക്കാൻ പോകും. നിങ്ങൾ വാഴാം എന്ന് പറഞ്ഞ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥന നമ്മളൊരു ആത്മയുദ്ധത്തിലോട്ട് കയറി. നിങ്ങളിപ്പോ ഭയങ്കര ഫുള്ളി കോൺഷ്യസ് ആയി. ഇപ്പൊ ഫുള്ളി കോൺഷ്യസ് ആയി. ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞോട്ടെ. ഒരു പ്രാർത്ഥന വിഷയം, എന്റെ മരുമോള് ഡൽഹിയില് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുക, സ്കാൻ ചെയ്യാൻ കയറ്റിയിരിക്കുക. പ്രത്യേകം ദൈവമക്കളും ദൈവദാസിയും പ്രാർത്ഥിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളെ വിഷയങ്ങളെ നിങ്ങളെ ദൈവം അത് ചെയ്ത് കഴിഞ്ഞു, ദൈവം അത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇനിയിപ്പോ എന്നെ വിഷയം എന്നെ സൗഖ്യമാണെങ്കിൽ സൗഖ്യമാക്കിയിരിക്കുന്നത് നന്ദി, അല്ലെ കടബാധ എന്നെ കടം പൂർണ്ണമായിട്ട് വീട്ടിൽ നന്ദി. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോ. നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കാൻ പോവാണ്. നമ്മൾ അന്യഭാഷ ആരാധിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങും, പരിശുദ്ധാത്മാവ് തൊടേണ്ടത് തൊടും, രോഗത്തിന്റെ സൗഖ്യങ്ങൾ ഉണ്ടാവും. നമ്മളല്ല ഇവിടെ ചെയ്യുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രദർശനം. നിങ്ങളിപ്പോ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളത് ശരീരത്തിൽ ഇപ്പോൾ അനുഭവിക്കും. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ പോലും അറിയാതെ ആത്മശക്തി നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും, രോഗങ്ങൾ സൗഖ്യമാകും. എല്ലാവരും മൈക്കിളെ അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന പോലെ വചനങ്ങളെ പറയണമെങ്കിൽ വചനങ്ങളെ പറഞ്ഞ് അന്യഭാഷ നമ്മളെ പൂർണ്ണമായി കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് വേറെ എല്ലാ ഡിസ്ട്രാക്ഷനും ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അന്യഭാഷ പറഞ്ഞാട്ടെ. കർത്താവിന് എഴുതപ്പെടുന്ന സകല വിഷയത്തിന്മേലും സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിഷയങ്ങളെ എഴുതുമ്പോൾ അത് നടന്നു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. കർത്താവ് ആ വിഷയത്തെ എടുക്കുക, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വാസത്തിൽ എഴുതുന്ന ഓരോ വിഷയങ്ങളും ഇപ്പോൾ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കണ്ടാട്ടെ. നിങ്ങൾ എഴുതിയ വിഷയങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്താട്ടെ. ആ പ്രോമിസുകൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു പ്രാർത്ഥിച്ചാട്ടെ. രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ബ്ലെസ്സിങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന Hallelujah. Thank you, Holy Spirit. ഇന്ന് വന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടു പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ. ദൈവാത്മാവ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് കണ്ടാട്ടെ. നിങ്ങളുടെ കുടുംബം റിസ്റ്റോർഡ് ആവുന്ന കണ്ടു പ്രാർത്ഥിച്ചാട്ടെ. പുതിയ ഭവനങ്ങൾ ലഭിക്കുന്നത് കണ്ട് അതിനകത്തിരുന്ന് ആരാധിക്കുന്ന കണ്ടു പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുതലമുറകളെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന കണ്ടു പ്രാർത്ഥിച്ചാട്ടെ.
രോഗങ്ങൾ സൗഖ്യമാകുന്ന കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. റീസേറ്റലീന റഷസിയാരകന പുതിയ ജോലി ലഭിച്ച് നിങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്ന കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ററ്റലിയാനക സിയാരകന റാബസിഖാരവന കടങ്ങൾ വീട്ടി അനേകരെ സഹായിക്കുന്നത് ദൈവരാജ്യത്തിൽ വാരി വിതർന്ന് കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സുവിശേഷത്തിന്റെ അഗ്നിക്കായിട്ട് സുവിശേഷത്തിന്റെ വേലയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ഇത് ദൈവ സാന്നിധ്യത്തിനകത്ത് നടത്തപ്പെടും. നിങ്ങൾ പറയുമ്പോൾ മനം മാറി വീഴിക്കും. ഹാലലു യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങൾ മുട്ടുമടക്കിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോട്ടെ. കർത്താവിന്റെ വചനം സകല മുട്ടും മടങ്ങും, സകല നാവും വാഴ്ത്തുന്ന നാമം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ ഇപ്പോൾ പരിശുദ്ധാത്മാവേ യേശു കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുക. സൗഖ്യം വ്യാപരിക്കുക. ഉച്ചമുതലുള്ള കാൽ വരെ ദൈവത്തിന്റെ സാന്നിധ്യം. വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ അവകാശം വെച്ചെടുത്താൽ നിങ്ങൾ അവകാശമാണ് മക്കളുടെ അവകാശം, മക്കളുടെ അപ്പമാ. കർത്താവേ കിൻഡൽ ഫിനാൻസ് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിൻഡൽ ഫിനാൻസ് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു മക്കളും കർത്താവ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു മക്കളും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത് പറഞ്ഞാട്ടെ. I refuse to be broken. I refuse to be poor. ഞാൻ ദാരിദ്ര്യനാകത്തില്ല, ഞാൻ അനുഗ്രഹമാണ് പറഞ്ഞാട്ടെ. യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയെങ്കിൽ, നമ്മുടെ രോഗത്തെയും പാപത്തെയും ശാപത്തെയും വഹിച്ചെങ്കിൽ ഒരു രോഗം നമ്മളിൽ വസിക്കത്തില്ല. പരിശുദ്ധാത്മാവേ, take over them. Touch each and every one of them, Lord. Hallelujah. മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്ട്രോക്കുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. Every spirit of infirmities in the name of Jesus. രോഗത്തിന്റെ മൂലകാരണമായി നിൽക്കുന്ന സകല ദുരാത്മാവിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തളർന്നു കിടക്കുന്നത് യേശുവിന് വേണ്ടി ഓടുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് മക്കൾ, എതിർപ്പുള്ള മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്ന് ആരാധിക്കുന്നത് കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഭയങ്ങൾ പുറത്താകട്ടെ യേശുവിന്റെ നാമത്തിൽ. പിന്നെ ഭയക്കേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചിരിക്കുക. In the mighty name of Jesus. വിശ്വാസത്താൽ കണ്ടു പ്രാർത്ഥിച്ചത്. വിശ്വാസത്താൽ ഹാലലിയ പുതു ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. മക്കൾ സ്നാനം ഒഴിക്കുന്നത്, അനേകർ ആത്മാവിൽ നിറയപ്പെടുന്നത്, തളർവാദ രോഗികൾ എഴുന്നേറ്റ് ഓടുന്നത് കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വാസത്തിന്റെ പ്രവൃത്തി. തലമുറകൾ മാനസാന്തരപ്പെടുന്നത്, ഭർത്താവ് മാനസാന്തരപ്പെടുന്ന, ഭാര്യ മാനസാന്തരപ്പെടുന്ന കണ്ട് അവരോടൊപ്പം കൂടി ആരാധിക്കുന്ന കണ്ട് വിശ്വാസം കണ്ടുകൊണ്ട് കണ്ടാട്ടെ. എന്നിട്ട് അനുഭാഷ പറഞ്ഞേ വിശ്വാസത്തിന്റെ വചനങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ. ജീവജല നദി ഒഴുക. ജീവജല നദി ഒഴുകുന്നു ചിലരമേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി. The fire of the Holy Spirit touching. The fire of the Holy Spirit is healing. ഭയങ്ങൾ വിട്ടുപോകുക യേശുവിന്റെ നാമത്തിൽ. ഭയത്തെ rebuke the spirit of fear in the mighty name of Jesus. Fight ചെയ്തേ, ആത്മാവിൽ ഫൈറ്റ് ചെയ്തേ യേശുവിന്റെ നാമത്തിൽ. memory issues സൗഖ്യം
സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓട്ടിസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെല്ലാം അധികാരത്തെ നോക്കി കൽപ്പിച്ചാട്ടെ. സകല വിഷയങ്ങളും മുട്ടുമടക്കും. വിട്ടുകൊടുക്കരുത്. നിങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ജയകരമായി ജീവിക്കും. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ കാണും. കുടുംബമായി നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. കുടുംബങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങിയ പരിശുദ്ധാത്മാവ് നിരാശയുടെ ചിന്തകൾ മാറട്ടെ എന്ന് പറഞ്ഞാട്ടെ. എല്ലാ കോട്ടകളെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്തകളൊക്കെ എല്ലാ കോട്ടകളും ഞാൻ ഇട്ടിച്ചു കളയെന്ന് പറഞ്ഞാട്ടെ. മൈൻഡ് ഫ്രീ ആകട്ടെ. മൈൻഡ് ഫ്രീ ആകട്ടെ. ശരീരം ഫ്രീ ആകട്ടെ. കംപ്ലീറ്റ് ഹീലിംഗ് ഉണ്ടാവട്ടെ. കംപ്ലീറ്റ് ഹീലിംഗ് ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, കർത്താവ് നിന്നോട് സംസാരിക്കും. കർത്താവ് നിന്നെ നടത്തും. കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവ് നിന്നെ മാനിക്കും. ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് പുതുവഴികൾ കർത്താവ് തുറക്കും. പുതു ജോലി മേഖലകൾ തുറക്കും. സാമ്പത്തിക മണ്ഡലങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വരുമാനങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് മുട്ടുണ്ടാവത്തില്ല. മുട്ടുണ്ടാവത്തില്ല. In the mighty name of Jesus. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് കൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ശരീരത്തോട്ട് കൽപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗം വിട്ടുപോകാ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ മൈൻഡിനോട് കൽപ്പിച്ച്. ഇന്ന് മൈൻഡിനോട് കൽപ്പിച്ച് മൈൻഡ് സൗഖ്യമാകട്ടെ. ചിന്തകൾ വിട്ടുമാറട്ടെ. ദൈവകൽപ്പന ചിന്തകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി ശക്തി ദൈവത്തിന്റെ ശക്തി തുടങ്ങിയ ദൈവത്തിന്റെ ശക്തി. The power of the Holy Spirit is touching. Hallelujah. I take charge over every spirit of infirmities. Every spirit is tormenting. In the name of Jesus, I cancel it and break it and bind it and rebuke it in the name of Jesus. Mind free out. Mind free out. യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ. അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധാത്മാവ് നാവിന്മേൽ തീ ഇറങ്ങിയ ഞങ്ങൾ വാഴുക. ഞങ്ങൾ സകലത്തെ വാഴുന്ന പറഞ്ഞാട്ടെ. reign and rule over everything. Hallelujah. Thank you for Lord. Thank you Jesus for restoring the family. Thank you for restoring the mental health and the physical health in the name of Jesus. അത്ഭുതങ്ങൾ നടക്കുക. സൗഖ്യങ്ങൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. വേദനയുള്ള സ്ഥലങ്ങളിൽ കൈവച്ച് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവയുടെ ശക്തിയെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞാട്ടെ. receiving the power of the Holy Spirit. I receiving the healing പറഞ്ഞാട്ടെ. I receiving the healing power. I receiving my healing in my body, in my mind, my soul in the name of Jesus. ജാതികളെ മധ്യേ സന്തതിയെ വംശങ്ങളെ മധ്യേ പ്രജയെ പറയും. എന്റെ മക്കളെ കാണുകയാണെങ്കിൽ എന്ന് പറയും. ദൈവഹിതമല്ലാത്ത എല്ലാം ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട്
ദൈവത്തെക്കാൾ ഉപരിയുമായിട്ട് ഉയർന്നു നിൽക്കുന്ന എല്ലാത്തിനും ഇടിച്ചു കളഞ്ഞാട്ടെ. വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ രോഗസൗഖ്യമായിരിക്കുക, എന്റെ കുടുംബം വിടുവിക്കപ്പെട്ടിരിക്കുക, എന്റെ തലമുറ വിടുവിക്കപ്പെട്ടിരിക്കുക, യേശുവിന്റെ നാമത്തിൽ ജോലി മേഖലകൾ തുറന്നിരിക്കുക, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാട്ടെ. പറഞ്ഞ കർത്താവേ, ഇപ്പോൾ ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഇപ്പോൾ ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ദൈവഹിതമല്ലാത്ത എല്ലാം എന്നിൽ നിന്ന് പോട്ടെ, വിട്ടുപോട്ടെ, വ്യക്തികൾ വിട്ടുമാറട്ടെ. In the name of Jesus, all the undivine, all the ungodly things, all the ungodly connections be removed in the name of Jesus. ഇത് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ കർത്താവേ അങ്ങയുടെ അഗ്നിയാൽ അതിനെ ശുദ്ധീകരിക്കണമേ. എല്ലാ അവിശ്വാസങ്ങളും എന്റെ ഹൃദയത്തിൽ എടുത്തു മാറ്റുമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ റാഫാ ബാബ പാപുകളെ തെലുകളെ ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷം ഞങ്ങൾക്ക് വരികയില്ല, ഒരു ഭാരം ഞങ്ങൾ കൂടാരത്തിൽ അടുക്കിയില്ലെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൂടെ എപ്പോഴും ആത്മബോധത്തിൽ നടക്കുവാൻ ഞാൻ ദൈവത്തിന്റെ മകളാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു ബോധത്തിൽ എപ്പോഴും നടക്കുവാൻ, ആ സ്പിരിച്വൽ കോൺഷ്യസിൽ നടക്കുവാൻ, എന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പാപങ്ങളും പാപ സാഹചര്യങ്ങളും വിട്ടുമാറട്ടെ. പാപങ്ങളും പാപ സാഹചര്യങ്ങളും every distractions, every spirit of distractions, in the mighty name of Jesus be removed from the family, be removed from our children, in the name of Jesus. Ruteli reka siya terabalabana, rabasetelia draga siya terabalabana, rabasetelia, rabasikal hasha siya draga, in the name of Jesus. Hallelujah, hallelujah, hallelujah. പ്രാർത്ഥിച്ചാട്ടെ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുന്നു പറഞ്ഞാട്ടെ. Receiving my healing in the name of Jesus. കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന അവസ്ഥകൾ, ഓ റബസിക്കാരവന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഓ കുടുംബത്തിൽ കലഹത്തെ കൊണ്ടിടുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Every spirit of division, oh, be removed in the name of Jesus, in the name of Jesus. Ratadiana, Rasia Tediana, Lekeria Sushakataruzia Ragana, Rapa Baba, Rabasusha Tedia Ragana, Labazura Bazia Kanamazia Ragana, Labarusha Gazia Terabalakasia Terabaravana, Rabasetedia, Labaravashazia Terivarabana, Rabasikaravana. Hallelujah, Gatave, spiritual consciousness വർദ്ധിക്കട്ടെ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവേ, ലോകത്തിലുള്ളവരെ പോലെയല്ല കർത്താവ്, ആത്മീയരായി ആത്മമക്കളായി കർത്താവേ, ഉന്നതത്തിലുള്ള ജീവിച്ച് ഉന്നതത്തിലുള്ള ചിന്തിച്ച് നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഓരോ മക്കളെ ബലപ്പെടുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. യൗവനക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ റബ എല്ലാ തരത്തിലുള്ള അഡിക്ഷൻസ് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങൾ എല്ലാവരും അഡിക്ഷൻസ് പുറത്തു വരട്ടെ. എല്ലാവരും ഫോൺ അഡിക്ഷൻസ് പുറത്തു വരട്ടെ കർത്താവേ, in the mighty name of Jesus. ഓ കർത്താവേ, ഈ ലോകത്തിലുള്ള ഒരു ദുഷ്ടത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടത്തില്ല. In the name of Jesus. മെന്റൽ റിട്ടാർഡേഷൻസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓട്ടിസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In the mighty name of Jesus. പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ എന്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിളിച്ചു പറഞ്ഞാട്ടെ. സ്വഭാവ ദൂഷ്യങ്ങൾ സൗഖ്യം, മാനസാന്തരങ്ങൾ കുടുംബത്തിനകത്ത് മാനസാന്തരം ഉണ്ടാട്ടെ, കുടുംബത്തിനകത്ത്
സ്തോത്രങ്ങൾ ഉണ്ടാകട്ടെ. ഹോ റബ ബ ബ ബ ബ ബ ബ ഉടബര ബല ബര ബശദര ബല ബസിയ ധരബര റാസിയ ഠരിയ റാസിയ ഠരിയ റബസിയ ഠരിയ റബസിക ശഗസിയ ഠരിവ റബസിയ ശഗസിയ രഗന ലേസികാരബന. ഇത് നടക്കാൻ പറ്റാത്തവർ നടന്നേ, ചാടാൻ പറ്റാത്തവർ ചാടി യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ലേബ റാസിയ ഠരിയ ബറസിയ ഠരഗല ബര 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 ഉടബല ബര ബശഗസിയ ഠരബല ബര ബര റിബസെ ഠരിയ ദരഗസിയ ഠരബല ബര ബശഗദെ രേഖസിയ ഠരിയ റഫ ബബ ബശസിയ ഠരബല ബര ബര റഫല ബര ശഗസിനി ഭാല ബര ബര രഗസിയ ഠേരെ ഭേരെ ഭേരെ ലെഖരിയ സദരഹശസിയ ഠരബല ബി ബര ബശഗസിയ ഠരബല ബര ബര റബസെ ഠേരെ ബെ 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 ശദരബസിയ ഠരബല. in the mighty name of Jesus, in the mighty name of Jesus. നിങ്ങളുടെ ഡെലിവറൻസിനെ കണ്ടു പ്രാർത്ഥിച്ചാട്ടെ, വിശ്വാസം കണ്ടുകൊണ്ട് കണ്ടു പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും നടക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യം യേശുവിന് നടത്തി തരും, യേശുവിന് നടത്തി തരും. ഇന്ന് പറഞ്ഞാട്ടെ, എന്റെ കർത്താവ്, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. യേശു എനിക്ക് വേണ്ടി നല്ല ഭവനം തരും. യേശുവിന്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കുക. യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പിശാചി കേൾക്കട്ടെ, എന്റെ കർത്താവ്, എന്റെ ദൈവം യേശുവെന്ന്. ബ്ലഡ് ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് കൗണ്ടുകൾ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ കറിയാത്ത മുറിവുകൾ ഉണങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പറഞ്ഞ ജോലി വേണ്ടവർ പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ജോലി ജപിച്ചതിന് നന്ദി. ഓ, in the name of Jesus, whatever is hindering the job, I break it in the name of Jesus. Every root causes be destroyed in the mighty name of Jesus. Rataliana katedialere ralereka siargana rabasiya telabarabarabana. ഒന്ന് തീ പിടിക്കുന്ന അനുഭവം, തീ പിടിക്കുന്ന അനുഭവം, ആത്മാവിൽ തീ കത്തുന്ന അനുഭവം. റബസതരെ ബറബന. ഇന്ന് പിശാച് വന്ന സകല നുണകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ എന്ന് പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ല, പറ്റത്തില്ല. നീ തോറ്റുപോയി. ഇന്നെല്ലാം ജയത്തിന്റെ പരാജയത്തിന്റെ ചിന്തകളിട്ടും എല്ലാം കൊണ്ടിട്ട് നുണകൾ പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്ന കർത്താവേ. റബബശകസിയാൽവന. ദുഷ്ടന്റെ ആശ നശിക്കും, പല്ലുകൾ ചുരുക്കും യേശുവിന്റെ നാമത്തിൽ. Thank you, Lord Jesus. Hallelujah, 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 hallelujah. Ramanasia teria, rasia teriana, rakasia shagasia teriba, ravasia terabala barabana, lebarusia teria, lavarasia teria ragavana. Oh, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ആരാപറഞ്ഞേ, നിങ്ങളെ രക്ഷിക്കപ്പെടുന്ന ആരാപറഞ്ഞേ. കർത്താവ് നിങ്ങളെ ഉയർത്തും, കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. അത്ഭുത സാക്ഷ്യമായി മാറും, അത്ഭുത സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ തലമുറ നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. റസിയ ടെലിയ ദനഗസിയ ടെനവരവന റിബസു ടെലിയ നഗസിയ ശഗസിയാർഗന റിസികജ വെണ്ട ഹെൽത്തുകളെ ഞാൻ റിസ്റ്റോർ ചെയ്യുന്നു. മെന്റൽ ട്രോമകൾ യേശുവിന്റെ നാമത്തിൽ ഹീൽ ആവട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ശലബരബരബരബര. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഓ ഹല്ലേലൂയ. എല്ലാ കലഹങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കുടുംബത്തിനകത്ത് സാക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ, സാക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ശരബരബരബരബരബരബശകസിയാർഗന റാബബവസിയാദരബരബരശകസിയാർഗന ലെബറാസിയ ടെരിയ ലെബെരെബെരെബെരെ ബശവസിയാനഗസിയ ടെരിബാലബശകസിയ ടെരബസിയാർഗന. ജോലി മണ്ഡലങ്ങൾ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകട്ടെ. എവ്രിതിങ് കർത്താവേ യേശുവേ നന്ദി പറയുന്നപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ യേശുവേ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് പ്രിയമക്കൾ വിശ്വാസത്താൽ എഴുതിയ വിഷയങ്ങൾ, പ്രിയമക്കൾ വിശ്വാസത്താൽ കണ്ട വിഷയങ്ങൾ സ്വർഗ്ഗമിൽ നിന്ന് സീല് വെച്ച് അത്ഭുതമാക്കി മാറ്റിരിക്കാൻ നന്ദി പറയുന്നപ്പ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്നു മുതൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൂടെ ഓരോ ദിവസവും അങ്ങിലുള്ള ആഴമായ ബന്ധത്തിൽ നടക്കുവാൻ, എപ്പോഴും കൂടെ നടക്കുവാൻ, എപ്പോഴും ആ ഒരു കോൺഷ്യസ്നസ്സിൽ, എപ്പോഴും ആ ഒരു ബോധത്തിൽ നടക്കുവാൻ ഓരോ മക്കളെ അങ്ങ് ബലപ്പെടുത്തുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല സമയത്തിന് നന്ദി പറയുന്നു. നമുക്ക് ആരെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാക്ഷ്യത്തെ പറയാമെന്നായിരിക്കും.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസിലോട് സിസ്റ്ററെ, ആ ഞാൻ ഷൈനിയാണ്. സിസ്റ്ററെ കഴിഞ്ഞ ലേഡീസ് മീറ്റിങ്ങിന് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു, സിസ്റ്റർ എന്റെ കമ്മല് കളഞ്ഞു പോയി, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് സിസ്റ്റർ ആദ്യപ്പോ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്ററെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ യാത്ര ചെയ്ത ബസ്സിൽ നിന്ന് എനിക്ക് ആ കമ്മല് കിട്ടാനിടയായി. ആമേൻ. നന്ദി കർത്താവേ. ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവില്ലല്ലോ, എല്ലാം നഗ്നം മലർന്നുമായി കിടക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വേറെ സാക്ഷികളുണ്ടോ? താങ്ക് യു. സിസ്റ്റർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് എന്റെ 2 കണ്ണിനും വേദനയുണ്ട്. ഇന്നലെ തൊട്ട് തുടങ്ങിയതായിരുന്നു. ഞാൻ ഒരു കണ്ണാടി വെച്ചപ്പോൾ മുതൽ കണ്ണിന് കരികരുപ്പും വേദനയായിരുന്നു, കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു. അപ്പൊ ഞാൻ കണ്ണിന് പ്രാർത്ഥിച്ച സമയത്ത് 2 കൈയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ആ കണ്ണിലെ കരികരുപ്പും മാറി, കണ്ണിലെ വെള്ളം ഒഴുകുന്ന മാറി, പൂർണ്ണമായി എനിക്ക് വിടുതൽ തന്നു. ആമേൻ. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നില്ല. പ്രിയമുള്ള കണ്ണിലെ എല്ലാ വേദനകളെയും മാറ്റി കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തതിന് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ആരാ പറയുന്നേ? ഞാൻ ഗിരിജയാണ് സിസ്റ്റർ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. നമ്മുടെ മോനെ ഈ ബ്രോക്കേഡിങ് പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ പണം നിക്ഷേപമുള്ളത്, ചിലവർക്ക് അത് 2000 3000 ഇട്ട് കഴിഞ്ഞാൽ കയ്യോടെ കിട്ടും. ഇത് ലക്ഷങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് പണം സ്വർണങ്ങൾ കൊണ്ട് ഗോൾഡ് കൂടുതൽ കൊണ്ടുവച്ച് നിക്ഷേപം ഇട്ട് വെക്കുക സിസ്റ്റർ. ഞങ്ങളത് അറിഞ്ഞേയില്ല, പിന്നെയാണ് അത് അറിഞ്ഞ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. എത്ര വീടിന്റെ പണി പൂർത്തീകരിക്കാനുള്ള പണമാണ് സിസ്റ്റർ. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഞാൻ എന്നും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. എനിക്ക് എന്റെ വിശ്വാസം എന്നും വർദ്ധിപ്പിച്ചുകൊണ്ടന്നെ ഇരിക്കണം. ഇതിന്ന് ആ മകൻ പിന്മാറി, മാനസികമായി മകൻ ഇപ്പൊ തകർന്നിരിക്കുകയാണ് സിസ്റ്റർ. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. ഗോൾഡ് എവിടെ നിന്നൊക്കെയോ വാങ്ങുക, കടം വീട്ടണം പറഞ്ഞിട്ട്, എന്നിട്ട് കൂടുതൽ അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ലക്ഷങ്ങളാണ് നമ്മുടെ അറിവിൽ 10 അതിൽ കൂടുതലാണ് ഇട്ടിരിക്കുന്നത് സിസ്റ്റർ. സാക്ഷ്യമാണോ പ്രാർത്ഥന വിഷയമാണോ സിസ്റ്ററെ? ഒരു വിഷയം പ്രാർത്ഥിക്കണം സിസ്റ്റർ. 1 രൂപ പോലും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കാം. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത്ഭുതമാക്കി ചെയ്യും കേട്ടോ. നമ്മളിപ്പോ പ്രാർത്ഥിച്ചത് പ്രഖ്യാപിച്ച് വെറുതെ ആവത്തില്ല. കർത്താവ് അത്ഭുതമാക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, എനിക്ക് ഫോൺ നമ്പർ ഒന്ന് പറയാമോ? എന്റെ ഫോൺ നമ്പർ ആരെങ്കിലും ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ, ദയവ് ചെയ്ത് പ്ലീസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷികളുണ്ടെങ്കിൽ പറയണം കേട്ടോ. സാക്ഷികളുണ്ടെങ്കിൽ പറയണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഏതോ ഒരു കുഴിയിൽ പുറത്ത് വരുന്ന പോലെ ഒരു ഫീൽ, അതായത് പുറത്ത് വന്നപ്പോ കർത്താവിന്റെ മുഖം കാണുന്നു. ഭയങ്കര അതായത് വല്ലാത്തൊരു കുഴിയിൽ കടന്ന പോലെ തോന്നി. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് വന്നപ്പോൾ കർത്താവിന്റെ ആ പ്രകാശം, ആ തേജസ്സോടെ വെളിയിൽ വന്നതായിട്ട് ഫീൽ ചെയ്തു. ആമേൻ. കർത്താവെ കൊടുത്ത ആ ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ നന്ദി കർത്താവെ. നിങ്ങൾക്ക് ദൈവിക ദർശനങ്ങളും വിഷൻസും ഡ്രീംസും ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് പേര് കർത്താവിൽ വളരാൻ ആഗ്രഹിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയണേ. സ്റ്റെല്ലയാണ് എറണാകുളത്ത്. ഞാൻ ഇന്നലെ സൂം മീറ്റിംഗ് കയറി ഒരു 10:15 എന്റെ നെറ്റ് തീർന്നു. പക്ഷെ ഞാൻ 39 രൂപയ്ക്ക് ചെയ്യാന്ന് ഓർത്ത് ഞാനിങ്ങനെ ഫോൺ 2-3 മിനിറ്റ് ഫോൺ എടുത്ത് ഞാൻ ചെയ്യാന്ന് ഓർത്ത് വന്നപ്പോഴേക്കും സൂം മീറ്റിങ്ങിന്റെ ഒന്നുമില്ല. അതായത് നമ്മൾ കയറുന്ന എംപ്ലോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് കേൾക്കാം. ഭയങ്കര അത്ഭുതമായിരുന്നു അത്. ഒരു നെറ്റില്ല, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ശബ്ദം കേൾക്കാം. ബ്രദർ പറയണ എല്ലാ വാക്കുകളും കറക്റ്റായിട്ട് എനിക്ക് ആ ക്ലാസ് മുഴുവനും, ആ പ്രയർ മുഴുവനും എനിക്ക് കേൾക്കാം. അതൊരു വലിയ അത്ഭുതമായിരുന്നു. എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ സാക്ഷ്യങ്ങളെ കേട്ടിട്ടുണ്ട്. അത് ആ വചനങ്ങളെ ദൈവം പറഞ്ഞില്ലേ, നമുക്ക് ചില സമയത്ത് നമുക്ക് ടെക്നോളജി വരെ നമുക്കെതിരാകുമ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ദൈവം ചെയ്ത വലിയ പ്രവൃത്തിയോർത്ത് സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വേറെ സാക്ഷ്യങ്ങളുണ്ടോ നമ്മുടെ നടുവിൽ? താങ്ക് യു ലോർഡ് ജീസസ്. ഹലോ സിസ്റ്ററെ. സാക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാവേ. സാക്ഷ്യങ്ങളുണ്ടോ? വേറെ സാക്ഷ്യങ്ങളുണ്ടായിരുന്നോ? ഹലോ സിസ്റ്റർ, പ്രൈസ് റോഡ്. പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര അതിശക്തമായിട്ട് ഞാൻ അന്യഭാഷയെ കൈയടിച്ചോണ്ട് ആരാധിച്ചോണ്ടിരിക്കുന്ന എന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്നതായിട്ട്. പിന്നെ ഞാൻ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം മേഘം മാത്രമായിട്ട് കാണുന്ന. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം പോകാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കർത്താവെ, അത് കണ്ടതുപോലെ തന്നെ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മോൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹലോ. പറഞ്ഞു സിസ്റ്റർ.
പറഞ്ഞോ, ആരാ പറയുന്നേ? ഹലോ, ഞാൻ ആദ്യം ഹലോ സിസ്റ്ററെ. ആ ഇന്നത്തെ ഈ മീറ്റിംഗ് എന്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീർന്നു. വളരെ നാളുകളായി ഞാൻ നന്നായിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ എനിക്ക് ദൈവം എന്നെ സഹായിച്ചു സിസ്റ്ററെ. അതുപോലെ തന്നെ ഞാൻ വളരെ നാളുകളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ യേശുവിന്റെ സുവിശേഷമായി കടന്നു പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് പ്രകാരം എനിക്കിന്ന് ഞാനും അശ്വതി ചേച്ചിയും നമ്മുടെ മീറ്റിംഗ് കൂടുന്നതാണേ. ചേച്ചിയും കൂടെ കൂടി പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഈ ക്യാൻസർ വാർഡിൽ പോയി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തന്നു സിസ്റ്ററെ. അത് ഇനി അനേക ഇടങ്ങളിൽ പോയി കർത്താവിന് പ്രാർത്ഥിപ്പാനുള്ള ഒരു അനുഗ്രഹം എനിക്കും ചേച്ചിക്കും തരണമെന്ന് അപേക്ഷയായിട്ട് ചോദിക്കുകയാണ്. അതിനുള്ള ഒരു അനുഗ്രഹം കർത്താവ് തരാനായിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ നാമത്തിൽ ക്യാൻസർ വാർഡിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അത് നിസ്സാരമായ കാര്യമല്ല. സ്വർഗ്ഗം സന്തോഷിക്കുന്ന സമയമാണ്. പ്രാർത്ഥിച്ച വ്യക്തികളൊക്കെയും കർത്താവ് സൗഖ്യമായി വലിയ സാക്ഷ്യങ്ങളായി തീരട്ടെ. അനേകർക്ക് ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. സിസ്റ്ററെ ഒരു സാക്ഷ്യമുണ്ട്. സിസ്റ്ററെ പറഞ്ഞു സിസ്റ്ററെ. ആര് സംസാരിക്കുന്നേ? പറഞ്ഞോ. ഓഫീസ് എന്റെ MD-ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ഞാൻ അജീസിനോട് വിളിച്ചു പറഞ്ഞായിരുന്നു അതൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. രണ്ടാമത് സ്റ്റേഷനിൽ കൊണ്ട് കേരളത്തിലല്ല, മറ്റൊരു സ്ഥലത്താണ്. 3-4 ദിവസമായിട്ട് സാറിന്റെ ഒരു വിവരവും ഇല്ല, ഫോണില്ല, ആളില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഒരു 3-4 മാസം അവരുടെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞു വന്നതാണ്. പക്ഷെ തെറ്റ് ചെയ്യാത്ത മകനാണ് അന്ന്. അതുകൊണ്ട് അജീസിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതമായി. വിചാരിച്ചേക്കാളും ഞങ്ങൾ ഓർത്തൊരു 10 വർഷം 15 വർഷമൊക്കെ കിടക്കേണ്ട വരുമെന്ന്. പക്ഷെ കർത്താവ് അതൊന്നുമില്ലാണ്ട് കോടതി വഴി കാര്യങ്ങൾ നടത്തിയാൽ മതിയെന്ന് കർത്താവ് അത്ഭുതകരമായി അതിൽ നിന്നും വിടിപ്പിച്ചു. കോടതിയായിട്ട് ഇനി നിന്നാ മതി, എന്നാലും കർത്താവിന് നന്ദി പറയണു. അതൊരു മഹാ അത്ഭുതം. ആമേൻ. കർത്താവെ അങ്ങ് ചെയ്ത വലിയ അത്ഭുതത്തെ ഓർത്ത് നന്ദി പറഞ്ഞു കേട്ടെ. അതുപോലെ അത്രയും വലിയൊരു വിഷയമായിരുന്നു, കേസായിരുന്നു. പക്ഷേ ജയിലിൽ പോകേണ്ട വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തെക്കാൾ മുകളിലായിട്ട് ഒരു കോടതിയും ഇല്ല, ഒരു ജയിലും ഇല്ല, ഒരു അഡ്വക്കേറ്റും ഇല്ല. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കേസിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് ആ വിഷയത്തിൽ അത്ഭുതത്തെ ചെയ്യും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേറെ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ, നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ. ഒരെണ്ണം കൂടി ഉണ്ട് സിസ്റ്റർ. എനിക്ക് ഡിസംബർ തുടങ്ങി വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു ശരീരത്തില്. എന്റെ വിചാരം കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടായിരിക്കും എന്റെ ശരീരം അങ്ങനെ ആവണേന്ന്. അതോർത്താ ഞാൻ ചെക്ക് ചെയ്യാൻ പോയത്. വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവര് പറയണേ എനിക്ക് വൈറ്റമിൻ ഡി ഒട്ടുമില്ലാന്ന്. അങ്ങനെ അവർ 8 ആഴ്ച എനിക്ക് ഗുളിക ഓരോന്ന് കഴിക്കാൻ പറഞ്ഞ് ഞാൻ കഴിച്ചു. ഭക്ഷണം ഞാൻ നല്ലവണ്ണം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ശരീരത്തില് അത് കാണുന്നില്ല. ഭയങ്കര വീക്കായിട്ട് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാധാരണ പറയണ പോലെ സാധാരണയല്ല, എല്ലാവരും പറയും, ഞാനും പറയാറുണ്ട്. ഞാൻ സാക്ഷ്യം പറയും, സൂം മീറ്റിംഗിൽ സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞും കൊണ്ടേ ഇരുന്നു. കർത്താവ് 2-3 ദിവസമായിട്ട് എനിക്ക് നല്ല ബലം തരുന്നുണ്ട്. നടക്കാനോ അല്ലെങ്കിൽ പോകാനോ. ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എന്റെ ശരീരം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെയാ പറയണെന്ന്. ഭയങ്കര ഒരു വീക്ക് പോലെ. ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ സൂം മീറ്റിംഗിൽ സാക്ഷ്യം പറയും, അത്ഭുതമായി തീരും. അജീസിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഞാൻ പറയാൻ തുടങ്ങി, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും, 16.25 പോലെ പ്രായം എനിക്ക് കർത്താവ് മടക്കിത്തരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയണു. സർവ്വമഹത്വ യേശുവിന്, കുടുംബത്തിനും ബ്രദറിനും താങ്ക് യു ലോർഡ് ജീസസ്. ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. കർത്താവ് കൊടുത്ത വലിയ വിടുതലിനെ ഓർത്ത് പറയുന്നു. ശരീരത്തിലെ എല്ലാ ക്ഷീണങ്ങളും മാറ്റി കർത്താവ് ഫുള്ളി റിസ്റ്റോർ ചെയ്യുന്ന നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വേറെ സാക്ഷ്യങ്ങളുണ്ടോ? സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയാം. പറഞ്ഞോ സിസ്റ്ററെ. ഞാനാണെങ്കിൽ ഒരേ വീട്ടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരേ വീട്ടുകളിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് കുറെ അപ്പുറം ഒരു വീട്ടിൽ ഞാൻ ചെന്ന് അമ്മയെ കണ്ടിട്ട് ഞാൻ മടങ്ങി ഇനി പോരുന്നു. അമ്മയെ കണ്ടിട്ട് ഞാനെന്തോ അമ്മ ചിലപ്പോ എന്തേലും പറയുമോന്ന് എനിക്കൊരു പേടി തോന്നി. പിന്നെ എനിക്കൊരു കുറ്റബോധം തോന്നി. ഞാൻ അങ്ങനെ തിരിച്ചു ചെന്ന് അമ്മയടുത്ത് സംസാരിച്ചു.
കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, മോളെ എന്റെ കാല് വയ്യ, കാല് വ്രണമുണ്ട്, കാല് നീര്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഞാൻ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, വേണ്ട മോളെ, നീ വീട്ടിലോട്ട് വരാൻ. ഞങ്ങളുടെ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനിങ്ങ് പോരുന്നു. അമ്മയുടെ സംസാരിച്ചിട്ട് ഇനി പോരുന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ, ഞാൻ ബൈബിളും കൊണ്ട് നടക്കുന്നത് വേറെ രീതിയിലാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു. അമ്മയുടെ കൊച്ചുമോള് കേട്ട് എന്നോട് പറഞ്ഞു, എന്റെ മാമന്റെ മോളോട് പറഞ്ഞു, ചേച്ചി ഇനി അവിടെ ചേച്ചി പ്രാർത്ഥിക്കാനൊന്നിനും പോകരുത്, ചേച്ചിയെ ഒരുപാട് ആശയം പറഞ്ഞു. എനിക്ക് അതിൽ ഭയങ്കര സങ്കടമായി. പിന്നെ തൊട്ട് എനിക്ക് പോകാൻ, ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. ബൈബിളും കൊണ്ട് നടക്കുന്ന വേറെ രീതിയിലാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രദേശത്തോട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നും സുവിശേഷ വേലയ്ക്ക് പോകുന്നുണ്ട്, വേറെ പോകും. അവരുടെ മുന്നിൽ എന്റെ കർത്താവ് എന്നെ മാനിക്കണം, സുവിശേഷ വേല ചെയ്യണമെന്ന് എനിക്കുള്ള ജീവിതത്തിൽ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ, സിസ്റ്ററിനെതിരെ പറഞ്ഞതല്ല, സിസ്റ്ററിനെതിരെ പറഞ്ഞത് കർത്താവിനെതിരെ പറഞ്ഞ പോലെ തന്നെയാണ്. അവർ അറിവില്ലായ്മ ദൈവം ക്ഷമിക്കട്ടെ. അവരുടെ മുമ്പിൽ ദൈവം മാനിച്ച് ഉയർത്തും. കാര്യം കർത്താവിന് സുവിശേഷം ചെയ്യുക, മറ്റുള്ളവരുടെ സുവിശേഷം പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. കർത്താവിന്റെ നാമത്തെ പ്രതി എന്തെങ്കിലും മോശമായി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തികളെന്നായിക്കട്ടെ, മോശമാക്കളാട്ടെ, കർത്താവ് അവർ മുമ്പിൽ തന്നെ മാനിക്കും. സിസ്റ്റർ ദൈവം ശക്തിപ്പെടുത്തും. അനേകർക്ക് ആശ്വാസമായി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വേറെ സാക്ഷ്യങ്ങളുണ്ടോ നമ്മുടെ നടുവില്? ആരാ പറയുന്നേ? സാക്ഷ്യമാണോ സിസ്റ്ററെ? സാക്ഷിയാണ്. നമ്മളെ ഈ എന്താണ് പറയാ, രമണി പറഞ്ഞു തിരുവനന്തപുരം, അവര് കൊട്ടാരക്കര ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ സൂമിൽ ഇന്നലെ ഞാൻ സാക്ഷ്യം പറയണം വിചാരിച്ചാണ്. ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. സീരിയസ് പറയാം, അത്ര സീരിയസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ മരുന്നേ ഇല്ലാന്ന് പറഞ്ഞയച്ചു, നോർമലായി വന്നു. പിന്നെയും ആള് ഒരുപാട് സീരിയസ് ആയിരുന്നു. ഇപ്പൊ മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരുപാട് മാറ്റം വന്നു, ആന്റി തനിയെ എണിച്ചു നടക്കണു, ഒരു പ്രശ്നം, മരുന്നൊന്നും ഇല്ല സിസ്റ്റർ, ഒന്നുമില്ലാണ്ട് എണിച്ചു നടക്കണു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ പറ്റൂ, തിരുവനന്തപുരത്ത് കൊട്ടാരം അവരെ കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലാന്ന്, ഒറ്റയ്ക്കൊന്നും പോവാനാള്, ദൈവം അവരെ വഴി നടത്തി കഴിഞ്ഞാൽ അവരെവിടെ എത്തും. ആമേൻ, ആമേൻ. നന്ദി കർത്താവെ. ക്യാൻസർ രോഗിയായിരുന്നു, ഇപ്പൊ മരുന്നുകളൊന്നും ഇല്ലാതെ നടക്കുന്നു. കർത്താവ് സൗഖ്യത്തെ പൂർണ്ണമാക്കി കൃപയ്ക്ക് നന്ദി കർത്താവെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, രക്ഷയിലോട്ടും പ്രിയമക്കൾ കടന്നു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. വേറെ സാക്ഷ്യങ്ങളുണ്ടോ? സിസ്റ്ററിനെ ഒന്ന് വിളിക്കണമെന്നുണ്ട്, ഈ സമയത്താ വിളിക്കണ്ടേന്നൊന്ന് പറയൂ. എനിക്ക് വോയിസ് അയച്ചാൽ മതി സിസ്റ്റർ, ഞാൻ അതിനനുസരിച്ച് സമയം പോലെ ഞാൻ തിരിച്ചു വിളിച്ചോളാം കേട്ടോ. എന്റെ നമ്പർ ആരെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണേ. ഗോഡ് ബ്ലെസ് യു. എന്തായാലും ദൈവം എല്ലാരും അനുഗ്രഹിക്കട്ടെ. എത്ര നേരം ഒരു കാര്യം കൂടെ, ഇത്തിരി വെള്ളം വെച്ചേക്കൊന്ന് പ്രാർത്ഥിച്ചു തരൂ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ വെള്ളത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകം അതിന്മേൽ വ്യാപരിക്കുമ്പോൾ അത് പാനം ചെയ്യുമ്പോൾ അനുഗ്രഹമായി വിടുതലായി മാറാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു. അജ സിസ്റ്റർ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാമേ. സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നാരായണന്റെ പേര്. എന്റെ അയൽവക്കത്തിലൊരു മോളാണ്, 26 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്റ്റോമെട്രി ആണ് പഠിച്ചത്. ജോലിക്കൊന്നും പോയില്ല. ഇപ്പൊ നോക്കുമ്പോ ആര് പറഞ്ഞാലും കേൾക്കൂല, ഒരു കാര്യവും കേൾക്കില്ല. ആദ്യം ഇത്ര നാൾ അമ്പലത്തിലൊക്കെ പോകുന്ന കാര്യത്തിലൊക്കെ നല്ല താല്പര്യമായിരുന്നു. ഇപ്പൊ അതും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് എന്താ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ണൂർ ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്, വരാൻ പറ്റുമോ നോക്കുന്നു. അപ്പൊ അവൾ എങ്ങനെ വരാല്ല, ഞാൻ വന്നാ മതിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ വാ, ആരെങ്കിലും ഒരാൾ വാ, കാര്യങ്ങൾ മനസ്സിൽ ദൈവം കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 26-27 വയസ്സുണ്ട് മോൾക്ക്. ഒരു ജോലിയും പിന്നെ ചെയ്തിട്ടില്ല. നന്നായിട്ടൊക്കെ പഠിച്ചിരുന്നു. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്തോരവസ്ഥയിലാണെന്നൊന്നും ആർക്കും അറിയില്ല, അവർക്കും അറിയില്ല. നമ്മളെയൊന്നും കണ്ടാൽ പുറത്തു വരുന്നേ ഇല്ല ഇപ്പം പോയാല്. സാരമില്ല, ഭാരപ്പെടണ്ട സിസ്റ്ററെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മോളെ സ്പർശിക്കും, ദൈവം സൗഖ്യമാക്കും. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, ഭാരപ്പെടണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. കർത്താവ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ പുതിയൊരു സാക്ഷ്യമായിട്ട് വരും. ഇപ്പൊ തന്നെ മനസ്സിൽ വിചാരിച്ചോണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളെ 3 മണിക്ക് പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ കൊണ്ടുവരുന്ന ഫാമിലി ആരാണ് പേരെഴുതി വെച്ച്
ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ എപ്പോഴും പറയണം, കർത്താവെ ആ വ്യക്തികളെ ദൈവം കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചത് വെറുതെ ആവത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ നിങ്ങളത് പ്രാപിച്ചതായിട്ട് കണ്ടുകൊണ്ട് പ്രാപിക്കണം, വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ ഇന്നു മുതൽ ആ ഒരു ഞാൻ ദൈവത്തിന്റെ മകളാണ്, പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള കോൺഷ്യസിൽ നിങ്ങൾ എപ്പോഴും നടക്കണം കേട്ടോ. അജയ സിസ്റ്റർ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാവോ? അജയ സിസ്റ്റർ ഉണ്ടോ? ഓക്കെ, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ കർത്താവേ, വിമൻസ് പ്രേയറായി കൂടുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയത് ഓർത്ത് നന്ദി പറയുന്നപ്പാ. ക്രിസ്തുവിലൂടെ ഇന്ന് കേട്ട വചനങ്ങൾക്കായി നന്ദി അപ്പാ. കർത്താവെ, നാം ക്രിസ്തുവിലാണെന്നുള്ള ആത്മീയ ബോധ്യം ഞങ്ങളിൽ ഓരോരുത്തരും വർദ്ധിക്കുന്നതിനായി നന്ദി കർത്താവ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഇന്ന് കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പങ്കെടുക്കാൻ സാധിക്കാത്തവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ യേശുവെ അവിടുത്തെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പ. കടഭാരങ്ങൾ മാറട്ടെ അപ്പ. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവർ യേശുവെ ഹല്ലേലൂയ, അവരുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്നവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് കർത്താവെ ബ്രദറെ സിസ്റ്ററേയും കുഞ്ഞുങ്ങളെയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അവർ ദൈവമേ നാട്ടിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന യാത്രകളിലൊക്കെ കൂടിയിരുന്നാട്ടപ്പ. യുദ്ധങ്ങളൊക്കെ മാറട്ടെ അപ്പ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മീറ്റിങ്ങുകൾ കർത്താവെ 3 ജില്ലകളിലായി നടക്കുന്ന ഞങ്ങളുടെ മീറ്റിങ്ങുകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ. വലിയ ദൈവിക വിടുതലുകൾ അവിടെ നടക്കട്ടെ അപ്പൊ. എല്ലാവരെയും കൂടി വരുവാൻ തൊക്കണ സ്വർഗം സഹായിച്ചാട്ടെ അപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. God bless sister. Amen. God bless you, sister. God bless Thank you you. so much. ദൈവം അനുഗ്രഹിക്കട്ടെ. Sure, May God bless you.